യേശുവിലൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനേ. 10,000 ഏറ്റവും സുന്ദരനേ, ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തി. 10,000 ഏറ്റവും സുന്ദരനേ, 10,000 ഏറ്റവും സുന്ദരനേ. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാൽ. ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തി. 10,000 ഏറ്റവും സുന്ദരനേ, 10,000 ഏറ്റവും സുന്ദരനേ. ഇവിടെയാണോ ആഡിയോ മൈക്ക് മ്യൂട്ടെല്ലാം തോന്നുന്നു. ലോകരെല്ലാം കൈവേടിഞ്ഞാലും, ശോകഭാരമേറിയാലും, യേശുസാഗരൻ താങ്ങും തണലുമായി. അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും, അവനിഷ്ടം ഞാൻ ചെയ്തെന്നും
ക്ലിയർ ആണോ മാസ്റ്റർ? ക്ലിയർ ആണ് ഫൈൻ. കുഴപ്പമില്ലോ? കുഴപ്പമില്ല. എന്നാ പിന്നെ ആരംഭിക്കാം. ഓക്കെ. അപ്പം ജസ്റ്റിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഗിഫ്റ്റ് അങ്കിൾ, വി ആർ സ്റ്റാർട്ടിങ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത സമയത്തിനായി ഇന്ന് രാത്രിയും കർത്താവിന് സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുന്നു. ഫോക്കസ് ഹോപ്പ് എൻകൗണ്ടർ എന്ന ഈ പ്രത്യേക പ്രോഗ്രാമിന്റെ 2ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കണ്ണുകളെ ഒരുമിച്ച് നമുക്ക് ദൈവത്തിൽ വണക്കാം. പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയും നമുക്ക് ദൈവപാദപീഠത്തിൽ അടുത്ത് വരാം. പ്രിയ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്നു. പ്രത്യാശയോടെ ഞങ്ങൾ അടുത്ത് വരുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് പ്രത്യാശ പകരുന്ന, ആനന്ദം പകരുന്ന, കർത്താവെ, ഞങ്ങളുടെ അകത്ത് മനുഷ്യന് സമ്പുഷ്ടീകരണം നൽകുന്ന ദൈവത്തിന്റെ വചനവും അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളും കർത്താവെ ഒരുമിച്ച് പാടി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ വചനം കേട്ട് തൃപ്തി അടയുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഗാനം ആലപിക്കുന്ന അങ്ങയുടെ ദാസിദാസന്മാരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേക വചനം സംസാരിക്കുന്ന കത്തുദാസനെ ഓർക്കുന്നു. കർത്താവെ, ഇതിന്റെ സാങ്കേതികമായ എല്ലാ ക്രമീകരണമേലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. യേശു ക്രിസ്തുവിന്റെ സ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസത്തിലായിരിക്കാം. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിൽ ഗാനസൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ നമ്മോടൊപ്പം ആയിരിക്കുന്നത് ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം പിന്നിട്ട പതിറ്റാണ്ടുകളിൽ കർത്താവിന് വേണ്ടി വളരെ ശക്തമായി നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് പ്രിയ ജെയിംസ് ചാൻ, പ്രിയ ലിനി ആന്റി, പ്രിയപ്പെട്ടവർ നേതൃത്വം നൽകുന്ന സയോൺ സിംഗേഴ്സ്. സത്യത്തിൽ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും സയോൺ സിംഗേഴ്സിനെ അറിയാത്തവരായി ആരും കാണത്തില്ല. അങ്ങനെയെങ്കിൽ പ്രത്യേകിച്ച് ഇന്ന് രാത്രിയും പ്രിയ കുടുംബത്തെ നമ്മോടൊപ്പം ലഭിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ തിരക്കുകളുടെ നടുവിൽ ഇന്ന് രാത്രിയും ഇങ്ങനെ ലഭിച്ച, ഞങ്ങൾക്ക് വേണ്ടി സ്പെയർ ചെയ്ത ഈ നല്ല സമയത്തിനായി വളരെ സന്തോഷിക്കുന്നു. പ്രത്യേകമുള്ള സ്നേഹത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങളിലെ അനുഗ്രഹീത സൂഷകൾക്കായിട്ട് പ്രിയ കത്തുദാസൻ, പ്രിയ ജെയിംസ് ചാനെയും പ്രിയ ആന്റിയെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ്. കേൾക്കാമല്ലേ? കേൾക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വെണ്ണിക്കളം സയോൺ സിംഗേഴ്സിന്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം ഒരുക്കി നല്ല സാവകാശത്തിനായി കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ലോക്ക്ഡൗണുമായിട്ട് ബന്ധപ്പെട്ട് ചില മാസങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും ഭവനങ്ങളിലായിരിക്കുകയാണ്. ആത്മീയ കൂട്ടായ്മകളൊന്നും ലഭിക്കാതെ എന്ന് പറഞ്ഞാൽ ചർച്ചുകളിലൊന്നും പോയി ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഓരോ ഭവനങ്ങളിലിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഗുണം ദൈവം ഒരുക്കുന്ന നല്ല ക്രമീകരണത്തിനായി, ഭാഗ്യത്തിനായി കർത്താവിന് മഹത്വവും സ്തുതിയും നന്ദിയും കരയേറ്റത്. വിശേഷാൽ IPC ബേർശേബ സഭയുടെ, നെടുങ്ങാടപ്പള്ളി ബേർശേബ സഭയുടെ ശുശ്രൂഷയും ഞങ്ങളുടെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുമായിരിക്കുന്ന പാസ്റ്റർ ഫെയ്ത്ത് ബ്ലെസൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവഭൃത്തനാണ്. പൊതു ശുശ്രൂഷ സമയങ്ങളിൽ അനേക സഭകളിൽ പോയി ശുശ്രൂഷിക്കുകയും അനേക സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ദൈവഭൃത്യനാണ്. ഞങ്ങളുമായിട്ട് ഒത്തിരി ആത്മീയ ബന്ധം പുലർത്തുന്ന ദൈവദാസനാണ്. തൻ്റെ ശുശ്രൂഷയെ ഓർത്ത് ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ ശുശ്രൂഷ ക്രമീകരണം ചെയ്തിരിക്കുന്ന ഫോക്കസ് ഹോപ്പ് എൻകൗണ്ടർ എന്ന പ്രോഗ്രാമിൻ്റെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദാസനൊരുക്കിയ നല്ല മനസ്സിനായി കർത്താവിൻ്റെ ദാസനും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഉൾക്കൊണ്ടതിൽ വിശേഷാൽ ഈ രാത്രിയിലെ ശുശ്രൂഷ ശ്രമിക്കുന്ന നാനാഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ശ്രമിക്കുന്ന ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട കേൾവിക്കാർ, ശ്രോതാക്കൾ, ദൈവദാസന്മാർ, ദൈവമക്കളെല്ലാം ഞങ്ങൾ ക്രിസ്തുവിൽ വന്ദനം ചെല്ലുന്നു. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിലെ ദൈവവചന ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർ, ഞങ്ങളുടെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരിക്കുന്ന പാസ്റ്റർ ബി മോഹനച്ചനെ ഓർത്തും കർത്താവിന് മഹത്വം കരയേറ്റുന്നു. എനിക്കുള്ള ദൈവവചനവും ശുശ്രൂഷയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമാറാകട്ടെ എന്നും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ രാത്രിയിൽ കേൾക്കുന്ന ഗാനങ്ങളും ദൈവവചനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകണം. പല ഭവനങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി ഏകാഗ്രതയോടുകൂടി ഇരുന്ന് കർത്താവിനായിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എല്ലാ മാനവും മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട അനേക ഭക്തന്മാർ അനുഭവങ്ങൾ കൂടി എഴുതിയ അനേക ഗാനങ്ങളുണ്ട്. അതിൽ ചില ഗാനങ്ങളാണ് ഞങ്ങൾ ഈ രാത്രിയിൽ ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമാറാകട്ടെ എന്നും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആദ്യമായിട്ട് നീ എന്നും എൻ്റെ രക്ഷകൻ.
നീ മതി എനിക്കെല്ലാമായി നാഥ, നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്ന വേദനകൾ എന്നുള്ളൊരു പഴയ ഗാനം പാടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് അറിയാവുന്ന ഒരു പാട്ട് ചേർന്ന് പാടുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നിങ്ങളോടൊപ്പം ഈ സന്ധ്യാസമയമായിരിക്കാൻ കർത്താവ് നൽകി തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞതുപോലെ ബ്ലസൻ പാസ്റ്ററെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. വളരെ സ്നേഹബന്ധം, ആത്മാർത്ഥതയുള്ളതായ ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷയിൽ പലപ്പോഴും ദൈവസന്നിധിയിൽ സന്തോഷിപ്പാനും വിടുതൽ പ്രാപിപ്പാനും കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിലും ഇടയാക്കി തീർത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഒന്നിച്ചായിരിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ. എന്നിൽ എന്തു നീ കണ്ടേശുവേ? ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അനുഭവമല്ലേ അത്? നമ്മെ തിരഞ്ഞെടുപ്പാനും ഇത്രത്തോളം മാനിപ്പാനും നമ്മളിൽ എന്ത് യോഗ്യതയാണുള്ളത്? ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ സ്നേഹവും നമ്മുടെ മേൽ പകർന്നതല്ലേ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചതായ അനുഗ്രഹങ്ങൾ. ഒരു കാലത്ത് നമ്മൾ ഓരോരുത്തരും നാശകരമായ ആ കുഴിയിൽ, കുഴിഞ്ഞ ചേറ്റിൽ കിടന്നവരായിരുന്നു. അവിടുന്ന് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചു എടുത്തു. ആ ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മെ ഓരോരുത്തരും നിർത്തിയിരിക്കുകയാണ് അല്ലേ? അങ്ങനെ കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിനെ സാക്ഷിക്കുവാനും ദൈവം നൽകി തന്നതായ ഈ ഭാഗ്യത്തിനാൽ കർത്താവിൻ്റെ കൃപയൊന്നു മാത്രമാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. പ്രത്യേക ഈ സാഹചര്യങ്ങൾ, ലോക്ക്ഡൗണിലുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ ആയിരിക്കുന്നു. എത്രയോ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നമുക്ക് ചുറ്റും കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. അതിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മളെ എത്രത്തോളം പരിപാലിക്കുന്നല്ലോ. ഈ ഗാനം നമുക്ക് ഓരോരുത്തർക്കും ഒന്നിച്ച് അനുഗ്രഹമായി തീരട്ടെ. പാടുന്ന ഞങ്ങൾക്കും കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാം ഒരുമിച്ച് ഈ ഗാനം അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായി ഈ പാട്ട് പാടുന്നു.
യേശുവേ ഒരു യോഗ്യതയും പറയാനില്ല കൃപയൊന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയും പറയാനില്ല കൃപയൊന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയും പറയാനില്ല കൃപയൊന്നു മാത്രം യേശുവേ. സന്തോഷമുള്ള പ്രിയപ്പെട്ടവർ അവിടങ്ങളായിരുന്ന കർത്താവിനെ ഒന്ന് കരമുയർത്തി മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമ്മൾ പിന്നിട്ടതായ നാളുകൾ, ഹല്ലേലൂയ, കർത്താവ് നമ്മളെ നടത്തിയതായ വഴികൾ ഒന്നും നാം മറന്നു പോകാൻ പാടില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് മരണത്തിൻ്റെതായ അനേക അവസ്ഥകളിൽ കൂടി അടിയൻ കടന്നുപോയപ്പോൾ എൻ്റെ കർത്താവിനെ വിടുവിച്ചു. ഒരു മർത്തോമാ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതായ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ എൻ്റെ 16-ാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ, എൻ്റെ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിപ്പാൻ, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെടുവാനിടയായി തീർന്നു. ഇങ്ങനെ ഈ ശുശ്രൂഷയിൽ ഒന്ന് നിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല ഞാൻ. പഠിക്കണം, പഠിച്ച് ഉന്നതമായൊരു വിദ്യാഭ്യാസം ചെയ്ത് ഒരു ജോലിയൊക്കെ സമ്പാദിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച വ്യക്തിയാണ്. പക്ഷെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ ഹിതം ഇതായിരുന്നു. അല്പമായി പാടുവാനുള്ളൊരു താലന്ത് ഒരു അത്ഭുത രോഗസൗഖ്യത്തിൽ കൂടെ ദൈവം എനിക്ക് തന്ന് എൻ്റെ കർത്താവിനെ സാക്ഷിക്കുവാൻ ഈ പ്രിയപ്പെട്ടവനോട് ചേർന്ന് കഴിഞ്ഞ നാളുകളിൽ കർത്താവിനെ സാക്ഷിപ്പാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്നും പുഴുവാനില്ല, പാടിയതുപോലെ ഒന്നും പ്രശംസിപ്പാനില്ല. എൻ്റെ കർത്താവിൻ്റെ കൃപയൊന്നും മാത്രമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങയെ വാഴ്ത്തുന്നേ. എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എത്ര മാധുര്യമാണ്, അത് അവർണ്ണനീയമാണ്. ഹല്ലേലൂയ, നമുക്കാർക്കും അത് വർണ്ണിക്കാൻ പറ്റത്തില്ല കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ഗാനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. നിൻ സ്നേഹം മാധുര്യം, അത് അവർണ്ണനീയം. സ്നേഹം മാധുര്യം
നമ്മൾ ഒന്നുകൂടെ പാടാൻ പോകുകയാണ്. നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ വിശുദ്ധ കാര്യങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അല്പസമയം കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധി നമ്മളെ തന്നെ നമുക്കൊന്ന് സമർപ്പിക്കാം. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമൊക്കെ കേൾക്കണം. നമുക്ക് ഒരു പാട്ടും കൂടെ പാടി ആത്മാവിൽ കർത്താവിനെ ആരാധിക്കണമെന്നാൽ ഈ ഗാനം അതിൻ്റെ ആ കോറസ് മാത്രം ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് കരങ്ങളെ ഉയർത്തി പാടി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ചേർന്ന് ഹല്ലേലൂയ ഒരു ഗാനം പാടി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുവാനായിട്ട് പോവുകയാണ്. ലോകത്തിലേക ആശ്രയം യേശു മാത്രം. ശോകങ്ങളേറി വന്നാലും വേണ്ട ഈ ലോക ഇമ്പം പ്രിയനെ നീ മതി. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു പഴയ ഗാനമാണ്. ഹല്ലേലൂയ. അതിനകത്ത് ഒത്തിരി അർത്ഥവത്തായ ഒരു ഗാനമാണ്. ഇന്ന് രാത്രികാലം നമ്മളത് പാടി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കാൻ പോകുക. ഒരു പക്ഷെ നാം പലരും പല വീടുകളിലിരുന്ന് നമ്മളെല്ലാവരും ഇങ്ങനെ സൂം മീറ്റിംഗ് ഒക്കെ ചെയ്യുകയല്ലേ. ആർക്കും മുഖാമുഖം കാണാൻ പറ്റുന്നില്ല. എന്നാൽ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലത്തെ ഈ മീറ്റിംഗ് വലിയൊരു ആത്മപകർച്ച ഇന്ന് രാത്രികാലം കർത്താവ് വെളിപ്പെടുത്തുമാറാകട്ടെ. തുടർന്ന് ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ദൈവഭൃത്യനാണ് കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹത്തെ കർത്താവ് ശക്തമായി കരങ്ങളിലെടുത്ത് ഉപയോഗിക്കട്ടെ. ഈ കാലഘട്ടങ്ങളിൽ ശക്തന്മാരായി ഉപയോഗിക്കുന്ന രണ്ട് ദൈവദാസന്മാരാണ് ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്നതും ഇന്ന് രാത്രികാലം പ്രസംഗിക്കുന്നതും. ആ ദൈവഭൃത്യന്മാരെ കർത്താവ് പിന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവിനെ ആത്മാവിലൊന്ന് പാടി ആരാധിക്കാൻ കഴിയുമോ? ആരാധനയിൽ ബന്ധനം അഴിയും, ആരാധനയിൽ കെട്ടുകൾ പൊട്ടും. ഹല്ലേലൂയ. ആരാധനയിൽ രോഗസൗഖ്യങ്ങൾ വ്യാപരിക്കും. കഴിഞ്ഞ ഏറിയ വർഷക്കാലത്തെ ശുശ്രൂഷയിൽ ഞങ്ങൾ ഇതൊക്കെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട് ഹല്ലേലൂയ ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തിയവരാ. പ്രൈസ് ദി ലോർഡ്. ഭൂതങ്ങൾ അലറിയോടുന്നത് കണ്ടിട്ടുണ്ട്, രോഗികൾ സൗഖ്യമാകുന്നത് കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ ആ അനുഭവത്തിൽ കൂടിയാണ് നടത്തിയെടുത്തത്. അനേക പ്രതിസന്ധികളിൽ കൂടി ഞങ്ങളെ കടത്തിവിട്ടു. എന്നാൽ ഇന്നോരൊന്ന് കൈവിടാത്ത കർത്താവിൻ്റെ സാന്നിധ്യം
ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്നുള്ള ശബ്ദം കേൾപ്പിച്ച് കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം വഴി നടത്തി. ദൈവമക്കളെ, നിങ്ങൾ ഞങ്ങളെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കണം. കർത്താവ് ഞങ്ങളെ കർത്താവിന്റെ കൃപയാൽ പിന്നെ നിറയ്ക്കുവാൻ, അനേകർക്ക് ഹല്ലേലൂയ ആശ്വാസമായി തീരുവാൻ, അനേകരെ നിത്യതയിലേക്ക് നേടുവാൻ ഞങ്ങൾ ഈ നാളുകൾ വീണ്ടും ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലേക ആശ്രയം എന്നെ യേശു മാത്രം. ശോകങ്ങളേറി വന്നാലും വേണ്ട ഈ ലോക ഇമ്പം, പ്രിയനെ നീ മതി എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടി നമുക്ക് ആത്മാവിൽ കർത്താവിനെ രാത്രികാലം ഒന്ന് ആരാധിക്കാം. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും വേണ്ട ഈ ലോക ഇമ്പം, പ്രിയനേ നീ മതി. വേണ്ട ഈ ലോക ഇമ്പം, പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ഉറ്റവരായിരുന്നവർ ദർശിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ. ഉറ്റവരായിരുന്നവർ ദർശിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ. ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും. ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും. ശക്തിയാലെ നിത്യവും, ശക്തിയാലെ നിത്യവും. ആമേൻ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ആമേൻ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ആമേൻ. തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം തേടി പാപിയാവനെ. ആമേൻ. തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം തേടി പാപിയാവനെ. ഓടുന്നു ലാക്കിലേക്കു പാടുകയിലേറ്റു ഞാൻ, ഓടുന്നു ലാക്കിലേക്കു പാടുകയിലേറ്റു ഞാൻ. മാറുവാനാവതല്ലീനി, ആമേൻ. മാറുവാനാവതല്ലീനി, ആമേൻ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ആമേൻ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ആമേൻ. മാറായൊട്ടി മരുവാതിൽ സാരമില്ല, മാറായും നാഥനാമേശു. മാറായൊട്ടി മരുവാതിൽ സാരമില്ല, മാറായും നാഥനാമേശു. മാറാത്ത വാക്കു തന്നാൽ മാറുക
നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നമ്മുടെ വിശുദ്ധ കര ഉയർത്തി കർത്താവിന് സ്തുതി കരേറ്റാമോ? ഹല്ലേലൂയ! ഒരിക്കൽ കൂടെ ഉച്ചത്തിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത്രയും സമയം ഞങ്ങൾ ശ്രമിച്ച എല്ലാ ദൈവമക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി വന്നു സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് അവസരം തന്നു. ഹല്ലേലൂയ! വളരെ ശക്തമായ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു മൂവ്മെന്റ് ഇന്ന് രാത്രിയും അനുഭവിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നു. പ്രിയ കർത്തുദാസനെ, പ്രിയ ജെയിംസ്യാനെയും പ്രിയ ലിലിയാന്റെയും ദൈവം ശക്തമായി ഇന്ന് രാത്രിയിലും ഉപയോഗിക്കുവാനിടയായി പ്രത്യേക ഞങ്ങളുടെ നന്ദിയെ സ്നേഹത്തെയും ഇന്ന് രാത്രിയിൽ വളരെ തിരക്കുകളുടെ നടുവിൽ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് അനുഗ്രഹീത ഗാനം ആലപിച്ച പ്രിയപ്പെട്ടവരോട് അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന ദൈവവചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ പ്രിയ ദൈവദാസൻ പാസ്റ്റർ കെ ചെറിയാൻ പൂനെ ഇപ്പോൾ ദൈവസന്നിധിയിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രിയ ബാംഗ്ലൂരിൽ നിന്നുള്ള പ്രിയ ലാലുച്ചായൻ ഇപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. Praise the Lord. Hallelujah. Hallelujah. Glory to Jesus. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാപരിശുദ്ധമായ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്ത് ഓർത്തടികൾ നന്ദിയോട് വീണ്ടും സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ആമീൻ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. സൂം മീറ്റിംഗ് ആയി വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട്, വിവിധ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ സന്ധ്യാസമയം ഇടയാക്കിയല്ലോ. നന്ദിയോട് സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. ആമീൻ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ ഓ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ഈ ദിവസങ്ങൾ ഇടയാക്കുന്ന അവന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോട് നിന്നെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുവാണ് കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട വാക്കിൽ കൂടെ ദൈവത്തെ സ്തുതിപ്പാൻ, ആത്മാവിൽ ഓ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ ഓ ഹല്ലേലൂയ ഈ സന്ധ്യാസമയം ഇടയാക്കണേ. ആ ഹല്ലേലൂയ. ഓ പാടിയ കർത്താവേ, കർത്തുദാസനെ കുടുംബത്തെ ഈ സമയങ്ങള് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ഹല്ലേലൂയ നമ്മെ തിരഞ്ഞെടുത്ത ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഹല്ലേലൂയ ഈ ലോകത്തിൽ നിൽക്കുന്നത് അവന്റെ കൃപ ഒന്ന് മാത്രമാകിയാൽ ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യുവാണ്. ഹല്ലേലൂയ. ജീവൻ നൽകി വീണ്ടെടുത്ത ഓ കർത്താവിനെ ഹല്ലേലൂയ. സ്തോത്രം. പാപത്തിന്റെ അതിലേക്കിടന്ന് നമ്മളെ ഓരോരുത്തരെ വിളിച്ചു പ്രാർത്ഥിച്ച് മക്കളും അവകാശികളുമായി തീർത്തിയ ആ പുത്രത്തിന്റെ ആത്മാവിനെ എനിക്ക് തന്നതോട്ട് അപ്പൊ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആ പുത്രത്തിന്റെ ആത്മാവിനെ തന്നോട്ട് നന്ദിയോടെ സ്തുതിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ. ഹല്ലേലൂയ. നാം തേടിപ്പോയതല്ല, നമ്മെ തേടി വന്ന ആ കർത്താവിന്റെ സ്നേഹമോർത്ത് ഈ സന്ധ്യാസമയം സ്തുതിപ്പാൻ ഓ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഓ ഹല്ലേലൂയ. പ്രത്യേകിച്ച് കർത്തുദാസനെ ഓ ഈ സന്ധ്യാസമയം കർത്തുദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. ഓ ഹല്ലേലൂയ. സംസാരിക്കുമ്പോൾ നിന്റെ കൃപ കൂടെ ഇരിക്കണേ കർത്താവേ. കേൾക്കുന്ന വചനം അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഗ്രഹമായി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുവാണ്. സ്തോത്രം. ഹല്ലേലൂയ. സഭയ്ക്കായി സ്തോത്രം. വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ട്, വിവിധ ഭവനങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവേ നിന്നെ ശ്രമിക്കുവാൻ ഈ സന്ധ്യാസമയം ഇടിയാക്കണേ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഇന്റർനെറ്റിന് ഒരു പ്രോബ്ലമോ ഒന്നും ഉണ്ടാകുവാനുള്ള വരുത്തുന്ന കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കണേ കർത്താവേ. ഓ ഹല്ലേലൂയ. സകല വിഷയവും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അനുഗ്രഹിത സമയത്തിനായി വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ഒരു മാധ്യമത്തിലൂടെ ഈ സൂമിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീത ദൈവദാസന്മാരുടെ വലിയൊരു നിര തന്നെയുണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന പരിമിതമായ സമയമായതുകൊണ്ട് ഞാൻ ആരുടെയും
പേര് പ്രത്യേകം എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാ ദൈവദാസന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങൾ. ദൈവമക്കൾ വ്യത്യസ്ത ഭാഗത്തു നിന്ന് ഫേസ്ബുക്കിലും യൂട്യൂബിലുമായി ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുള്ള സ്നേഹ അഭിവാദനങ്ങൾ. പ്രത്യേകിച്ച് ഇന്ന് രാത്രി വളരെ സന്തോഷമുണ്ട്. നമ്മോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന അനുഗ്രഹീതനായ കർത്തുദാസൻ പാസ്റ്റർ ബി മോഹനച്ചൻ അവരുടെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിന്റെ 5 വൻകരകളിലും കർത്താവിനെ സാക്ഷിക്കുവാൻ, വ്യത്യസ്ത മാധ്യമത്തിലൂടെ കർത്താവിനെ ഉയർത്തുവാൻ പ്രിയ ദൈവദാസനെ ദൈവം ഉപയോഗിക്കുന്ന വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിർമ്മല സുവിശേഷം കർത്താവിനെ ഉയർത്തുവാൻ, സത്യത്തിന് വേണ്ടി, സത്യവചനത്തിന് വേണ്ടി നിൽക്കുവാൻ പ്രിയ ദൈവദാസനെ ദൈവം അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ വളരെ തിരക്കുകളുടെ നടുവിൽ എല്ലാ ദിവസവും 4-5 സൂം മീറ്റിംഗുകൾ പ്രിയ ദൈവദാസനുണ്ട്. എങ്കിലും നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഈ പരിമിതമായ യോഗത്തിലേക്ക് വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകം ഇന്ന് രാത്രിയിൽ പ്രിയ കർത്തുദാസനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഞങ്ങളുടെ സ്വാഗതത്തെ അറിയിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവവചന ശുശ്രൂഷയ്ക്കായി പാസ്റ്റർ ബി മോഹനച്ചൻ അവരുടെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. കരങ്ങളുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നിങ്ങൾ കേൾക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ്. യെസ്, കർത്താവിന് മഹത്വം അനുഗീതമായ ഈ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം നൽകുകയാണ്. ശേഷം അനുഗ്രഹീത കർത്തുദാസൻ, യുവപ്രഭാഷകൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാസ്റ്റർ ഫെയ്ത്ത് പ്ലസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം അനുഗ്രഹീത അനേക കർത്തുദാസന്മാർ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടല്ലോ. അവരെല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ മനോഹരമായ ഗാനം, ആത്മാവിൽ പാടുന്ന, നമ്മുടെ ഹൃദയ തന്ത്രികളെ തട്ടുണർത്തുന്ന ആത്മീയ ഗാനങ്ങൾ നമുക്ക് നൽകിയ അനുഗ്രഹീത ദൈവദാസൻ, സയോൺ സിംഗേഴ്സിലെ പ്രിയപ്പെട്ട പാസ്റ്റർ ജെയിംസ്, അദ്ദേഹത്തിന്റെ വൈഫ്, അവർ രണ്ടുപേരെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം. വളരെ വർഷങ്ങളായി കർത്താവിനെ ഞങ്ങൾക്ക് ഒന്നിച്ച് അനേക വേദികൾ ഉയർത്താൻ ദൈവ അവസരം നൽകിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ഒന്നിച്ചായിരിക്കും. വളരെ സന്തോഷം. ഈ രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ വളരെ പ്രാർത്ഥനയോടായിരിക്കാം. 1000 വാക്ക് മനുഷ്യൻ കേൾക്കുന്നതിനേക്കാൾ ഒരു വാക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതാണ് നമുക്ക് അനുഗ്രഹം. ഈ രാത്രിയിലത്തെ വചന കേൾവി ദൈവത്തിനുള്ള കേൾവിയായി തീരുവാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. വളരെ വ്യത്യസ്തമായ ഒരു സന്ദേശമാണ് ഇന്ന് നിങ്ങളെ അറിയിപ്പാൻ കർത്താവിനെ ഏൽപ്പിച്ചത്. 2 ദിനവൃത്താന്ത പുസ്തകം 33-ാം അധ്യായം 13 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യഹോവ മനശ്ശെയോടും അവന്റെ ജനത്തോടും സംസാരിച്ചു, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. ആകയാൽ യഹോവ അശ്ശൂർ രാജാവിന്റെ സേനാധിപന്മാരെ അവരുടെ നേരെ വരുത്തി. അവർ മനശ്ശെയെ കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. കഷ്ടത്തിലായപ്പോൾ അവൻ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന് മുമ്പിൽ തന്നെ താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അവൻ അവന്റെ പ്രാർത്ഥന കൈക്കൊണ്ട് അവന്റെ യാചന കേട്ട് അവനെ വീണ്ടും യെരൂശലേമിൽ അവന്റെ രാജ്യത്തിൽ തിരിച്ചു വരുത്തി. യഹോവ തന്നെ ദൈവമെന്ന് മനശ്ശെക്ക് ബോധ്യമായി. യഹോവ തന്നെ ദൈവമെന്ന് മനശ്ശെക്ക് ബോധ്യമായി. എന്റെ പ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. കരയാത്തവരെ കരയിപ്പിക്കാൻ ദൈവത്തിന് അറിയാം. പ്രാർത്ഥിക്കാത്തവരെ പ്രാർത്ഥിപ്പിക്കാൻ ദൈവത്തിന് അറിയാം. മോളോട്ട് നോക്കാത്തവരെ നോക്കിക്കാനും ദൈവത്തിന് അറിയാം. സ്നേഹിതരെ, ഞാൻ കൂടെ പറയുന്നൊരു പദമുണ്ട്. എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ കിടന്നുറങ്ങിയാൽ, എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നീ തനിയെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കേണ്ടി വരും. ഇന്ന് നിന്റെ മക്കളെ ഓർത്ത് കരഞ്ഞില്ലെങ്കിൽ നാളെ അവരെ ചൊല്ലി കരയേണ്ടി വരും. ഈ പ്രതിസന്ധി കാലഘട്ടം ദൈവത്തിങ്കിലേക്ക് നോക്കാനുള്ള അവസരമാക്കി മാറ്റിയെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളുമാകുന്ന കൊടുങ്കാറ്റുകൾ പ്രാർത്ഥനയാകുന്ന ശുഭ തുറമുഖത്തേക്ക് നമ്മുടെ തോണി അടുപ്പിക്കും. ഞാൻ മറ്റൊരു വിഷയം ഈ ദിവസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പ്രതിസന്ധികൾ കർത്താവിനോട് അടുപ്പിക്കണം നമ്മളെ. അങ്ങനെ കുറച്ചുപേർ അടുത്തു, കുറച്ചുപേർ അകന്നു. നിങ്ങൾക്കറിയാമോ, എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്താണ് ഏറ്റവും അധികം പ്രസംഗം വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മൾ സീരിയസ് ആയി മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല പുതിയ പാട്ടുകൾ വരുന്നു, നല്ല അനുഗ്രഹീത ഗാനങ്ങൾ രചിക്കപ്പെടുന്നു. ഒത്തിരി പേർ പാട്ടുകാരായി മാറും, ഒത്തിരി പേർ പ്രസംഗികരായി മാറും. ഞാൻ ആരംഭത്തിൽ ലോകമുള്ളൊരു കാര്യം പറയാം. ദൈവമക്കളെ, പിശാച് നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ കുഞ്ഞുങ്ങൾക്കും വിരോധമായി ചെയ്യുന്നത് പോലും
ഹല്ലേലൂയ. അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കൊറോണ കാലം പിശാചി നമുക്ക് എതിരാക്കി മാറ്റുന്നെങ്കിൽ അത് അനുകൂലമാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സ്തോത്രം. നമ്മുടെ വിഷയത്തിലേക്ക് വരാം, ഉള്ള സമയക്കുറവാണല്ലോ. ഇവിടെ വായിക്കുന്ന യഹോവ മനശ്ശെയോടും അവന്റെ ജനത്തോടും സംസാരിച്ചു. ഒരു വട്ടമല്ല, പല പ്രാവശ്യം. പക്ഷെ അവൻ മൈൻഡ് ചെയ്യുന്നില്ല. എന്തൊക്കെയോ സമൂഹത്തോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ പലരും മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ദൈവം എന്തായെന്ന് ചോദിച്ചാൽ കൊളുത്തുകളെ പിടിച്ച് ബാബലിനെ കൊണ്ടുപോയി. കഷ്ടത്തിലായപ്പോൾ അവൻ തന്നെ താൻ താഴ്ത്തി ദൈവത്തോട് നിലവിളിച്ചു, കരഞ്ഞു. അപ്പൊ ഈ പ്രതിസന്ധി നമ്മളെ കരയിക്കാൻ, ദൈവത്തെങ്ങളിലേക്ക് അടുക്കുവാൻ ആകട്ടെ. ചങ്ങലയിലും ബന്ധനത്തിലും കഷ്ടത്തിലും ആയിട്ട് നിലവിളിക്കാത്തവരുണ്ട്, സ്തോത്രം. എങ്കിലും നിലവിളിക്കുന്നവർക്കായി സ്തോത്രം. എനിക്ക് ചില പ്രധാന സന്ദേശങ്ങൾ ഈ രാത്രി നിങ്ങളെ കൈമാറുവാനുണ്ട്. ആരാണ് ഈ മനശ്ശെ? ശാന്തമായി ചില കാര്യങ്ങൾ പറയാം. ഒന്നാം വാക്യം വായിക്കുന്നത്, മനശ്ശെ വായിച്ചു തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ 55 സംവത്സരം യെരൂശലേമിൽ വാണു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നീക്കിക്കളഞ്ഞ ജാതികളുടെ മേച്ചത പോലെ അവനെ യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്തു. അവന്റെ അപ്പനായ ഹിസ്കിയാവ് ഇടിച്ചു കളഞ്ഞ പൂജാരി വീണ്ടും പണിതു. താഴോട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം, വായിച്ചാൽ മതി നിങ്ങൾ. ജാതികളെക്കാളധികം മ്ലേച്ഛതകൾ അവൻ ചെയ്തു. ദൈവമക്കളെ, തുടക്കം ഇങ്ങനെയാണ്. മനശ്ശെ വായിച്ചു തുടങ്ങിയപ്പോൾ 12 വയസ്സ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് ദൈവം അവന് നൽകിയത്. 12-ാം വയസ്സിൽ രാജാവാകുന്നു പറഞ്ഞാൽ അത്യപൂർവമായ ഒരു കാര്യമാണ്. മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് മനശ്ശെയ്ക്ക് ദൈവം നൽകിയത്. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ചെറുപ്പക്കാരെ, അവരോട് എനിക്ക് ദൂതുണ്ട്. മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് ദൈവം നിങ്ങൾക്കും എനിക്കും നൽകിയിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളൊരു ദൈവ പൈതലായെങ്കിൽ അത് തന്നെ കൃപയാണ്, മറ്റു പലർക്കും ലഭിക്കാത്ത ഭാഗ്യമാണ്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് നിങ്ങൾ ധരിക്കുന്നത്? ഡോക്ടറാകാൻ കഴിഞ്ഞതാണോ? എഞ്ചിനീയറാകാൻ കഴിഞ്ഞതാണോ? നേഴ്സാകാൻ കഴിഞ്ഞതാണോ? പ്രൊഫസറാകാൻ കഴിഞ്ഞതാണോ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടം ഒരു ദൈവപൈതലാകാൻ കഴിഞ്ഞതാ. അതെങ്ങനെ കഴിഞ്ഞു? ബൈ ഗ്രേസ്, കൃപ. കൽദേ പട്ടണത്തിൽ എത്രയോ അബ്രഹാംമാരുണ്ടായിരുന്നു. ഒരു അബ്രഹാമിനെ ദൈവം വിളിച്ചു. അതിനാ കാരണം ദൈവത്തിന് മോക്ഷമുണ്ടോ? ഇല്ല. ഗ്രേസ്, കൃപ. എത്രയോ തർശോശി പൗലോസുമാരുണ്ട്, ശൗലിമാരുണ്ടായിരുന്നു. ഒരു പൗലോസിനെയും വിളിച്ചു. ഗ്രേസ്. ചിന്തിച്ചു നോക്കാൻ പറയാ. പാസ്റ്റർ ഷാജി കുമ്പളപ്പള്ളി എനിക്ക് കാണാം. എന്തുകൊണ്ട് ദൈവം വിളിച്ചു? ദൈവം നമ്മളെ വിളിച്ചു, കൃപ. വിമോചനെ വിളിച്ചു, കൃപ. അതൊക്കെ വരാ. കൃപ, കൃപ, കൃപ. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നല്ലോ, കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോഴും ട്രെയിൻ യാത്ര ചെയ്യാറുണ്ടായിരിക്കാം, അല്ലൊന്ന് ചെയ്യണം. ഈ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ പുറംപോക്കുകൾ കാണാം, പ്ലാസ്റ്റിക് ആക്കിയിരിക്കുക. ഇപ്പോഴും ഉണ്ട്. ഈ റെയിൽവേ പുറംപോക്കുകളിൽ 1, 2 അല്ല 10,000-കണക്കിന് ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടെ വിവാഹം, ഹണിമൂണ് എല്ലാം ഇതിനകത്താ, പ്രസവം ഉൾപ്പെടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൽക്കട്ടയിലോ ബോംബെയിലോ ഡൽഹിയിലോ പോകുമ്പോ സ്ലംസുകൾ കാണാം, കുടിലുകൾ. 1, 2 അല്ല, ലക്ഷങ്ങൾ, ലക്ഷക്കണക്കിന് ജനം ആ കുടിലാ കഴിയുന്നു. ഇനിയും റെയിൽവേ സ്റ്റേഷനുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ താഴെ എത്ര ആയിരങ്ങൾ താമസിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നും ഞാനൊരു ചെറിയ യാത്ര, ഒരു മെസ്സേജ് കഴിഞ്ഞ് പോകേണ്ടി വന്നു. ഈ അടയപ്പെട്ട കടകളുടെ ഒക്കെ വാതുക്കത്തിൽ കിടപ്പുണ്ട്. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, വയറ്റത്തടിച്ച് പാടുന്ന എത്ര പിള്ളേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഒരു നേരത്തെ ആഹാരത്തിന് ഹോട്ടലിന്റെ വേസ്റ്റ് കൂടെ വാരിയിട്ട് തിന്നുന്ന എത്ര ചെറുപ്പക്കാരെ ഞാൻ കണ്ടു, നിങ്ങൾ കണ്ടു. ഞാനൊരിക്കൽ നവാപൂർ കൺവെൻഷൻ, വളരെ പ്രസിദ്ധമാണ്, 10-30,000 ആളുകൾ കൂടുതൽ കൺവെൻഷനാണ്. അവിടെ പ്രസംഗിക്കാനായി പോകുകയാണ്. ബോംബെ എയർപോർട്ടിൽ രാത്രി 1:30 മണിക്ക് ഇറങ്ങി. പിന്നെ അങ്ങോട്ട് ട്രെയിനാ, രാവിലെ ഉള്ളു ട്രെയിന്. ഇപ്പൊ 2 മണിക്കൂർ എനിക്ക് റെസ്റ്റ് ഉണ്ട്. എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ ക്ഷണിക്കാൻ വന്നു. അദ്ദേഹത്തിന്റെ കാറിൽ ഞാൻ അദ്ദേഹം വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ശ്രദ്ധിക്കണം, ബോംബെ എയർപോർട്ടിൽ നിന്ന് ഒരു പ്രധാന റോഡിലൂടെ പോകുമ്പോൾ 2 സൈഡിലും 100 കണക്കിന് ആളുകൾ കിടന്നുറങ്ങിയാണ്. 100 കണക്കിന്.
അപ്പോൾ ഒരു മഴ പെയ്തു. ഇപ്പോൾ എനിക്ക് പുറത്ത് മഴ പെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതിന് ഡിസ്റ്റർബ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പെരുമഴ രാത്രി 1:30 മണി കഴിഞ്ഞപ്പോൾ. ശ്രദ്ധിക്കണം, ഞാൻ നോക്കിയപ്പോൾ ഈ മനുഷ്യർ, അവരുടെ കുഞ്ഞുങ്ങൾ കാളയെപ്പോലെ കിടന്ന് മഴ നനയുകയാണ്. കാരണം അവർക്ക് പോകാൻ ഒരിടമില്ല. സ്നേഹിതരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് കുറച്ചു പേരുണ്ടല്ലോ, നിങ്ങൾ കിടന്നുറങ്ങുന്ന രാത്രി 2 മണിക്ക് ഒരു കൂടം വെള്ളം നിങ്ങളുടെ തലയിൽ ഒഴിച്ചാലുള്ള അവസ്ഥ എന്താ ചിന്തിച്ച്? ഞാൻ പറയാൻ വരുന്നത് നിങ്ങളോടും എന്നോടും ഈ രാത്രി ചോദിക്കൂ. കുഞ്ഞെ, സഹോദര, സഹോദരി, നിങ്ങൾ എന്തുകൊണ്ട് ആ റെയിൽവേ പുറമ്പോക്കിൽ കിടക്കുന്നയാളായി മാറിയില്ല? നിങ്ങളും ഞാനും എന്തുകൊണ്ട് ഒരു നേരത്തെ ആകാരത്തിൽ വയറ്റിത്തടിച്ച് പാടുന്നയാളായി മാറിയില്ല? വേസ്റ്റ് കൂടിൽ വാഴിയിട്ട് തിന്നുന്ന ഒരാൾ, മോനെ, സഹോദരി, മോളെ, നീ എന്തുകൊണ്ടായില്ല? റെയിൽവേ സ്റ്റേഷനിൽ അന്തി ഉറങ്ങുന്നവനായി, ഓർബിറ്റിന്റെ അടിയിൽ കിടക്കുന്നവനായി നീയും ഞാനും എന്തുകൊണ്ട് മാറിയില്ല? ഹല്ലേലൂയ. ഈ രാത്രി നിങ്ങളും ഞാനും അനുഭവിക്കുന്ന സകല നന്മയ്ക്കും ഒരു പേരുണ്ട്. അതിന്റെ പേരാണ് ഗ്രേസ്, കൃപ. അർഹതയില്ലാത്ത ദൈവത്തിന് ദാനം. ഇത്ര അറിഞ്ഞാൽ നിനക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുമോ? കൃപ, കൃപ, കൃപ. ഓർത്തോണം, നിനക്ക് വീടുണ്ടെങ്കിൽ, കാറുണ്ടെങ്കിൽ, ജോലി ഉണ്ടെങ്കിൽ, സ്നേഹിക്കുന്ന ഒരു അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ, സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ മനസ്സയ്ക്ക് ദൈവം കൊടുത്തെങ്കിലും ദൈവം അതിനെ കുറിച്ച് ദുഃഖിക്കേണ്ടി വന്നു. അവൻ അവന്റെ അപ്പന്റെ പ്രവൃത്തി ഇല്ലാതാക്കി, ജാതികളെക്കാൾ ദോഷം ചെയ്തു. ഒരു വാക്യം നിങ്ങൾ കുറിക്കണം, ഈ വാക്യങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. Judges chapter 2 verse 10. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറയുണ്ടായി. ഇന്ന് രാത്രി ലോകത്തിലെ വിവിധ ഭാഗങ്ങളിനെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവമക്കളോട് എനിക്ക് പറയാനുള്ളത്, ദൈവം ഇറക്കും. നിന്റെ തലമുറയ്ക്കും ചെയ്തുള്ള നന്മ അറിയാത്തൊരു തലമുറ നിന്റെ വീട്ടിൽ വളർന്നു വരരുത്. ദൈവം നിനക്ക് ചെയ്ത നന്മ അറിയാത്തൊരു തലമുറ ഉണ്ടാകരുത്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഒരു വാക്യോട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 10-ാം വാക്യം. 1 Samuel chapter 15 verse 10. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിനുണ്ടായിരുന്ന നാൾ, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവനെന്നെ വിട്ടുമാറിയിരിക്കുന്നു, എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. അടുത്ത വാക്യം കേട്ടോ. ഇതിങ്കൽ ശമൂവേലിന് വ്യസനമായി. അവൻ ആ രാത്രി മുഴുവനും യഹോവയോട് നിലവിളിച്ചു. നീ 35-ാം വാക്യം 35 നോക്കൂ. 35. ശമൂവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല, എങ്കിലും ശമൂവേൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. യഹോവയും താൻ ശൗലിനെ ഇസ്രായേൽ രാജാവാക്കിയത് കൊണ്ട് അനുദപിച്ചു. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഒന്നുകൂടെ ഞാൻ പറയുന്നു, മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് ദൈവം നിനക്കും എനിക്കും തന്നത്, നിങ്ങളുടെയും എന്റെ തലമുറയ്ക്ക് നൽകിയത്. മറ്റു പലർക്കും ലഭിക്കാത്ത നന്മ നിനക്ക് നൽകിയ ദൈവം അത് തന്നതിൽ അനുദപിപ്പാകരുത്. തന്നുപോയല്ലോ, കൊടുത്തുപോയല്ലോ എന്ന് പറയാനിട വരുത്തരുത്. നിനക്ക് സൗന്ദര്യമുണ്ടെങ്കിൽ, നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ, നിനക്ക് പാടാൻ കൃപയുണ്ടെങ്കിൽ, നിനക്ക് പ്രസംഗിക്കാൻ കൃപയുണ്ടെങ്കിൽ, നിനക്ക് എഴുതാൻ കൃപയുണ്ടെങ്കിൽ, കൃപയാണിത്. സ്വതന്ത്രം. ഇതൊക്കെ തന്ന ദൈവം ദുഃഖിക്കാനിടയാരുത്. നമ്മൾ വായിച്ച ആരെ കുറിച്ചാ? ശൗൽ. ആരാണ് ശൗൽ?
ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവ്. എന്താണ് ശൗല് ചെയ്തുകൊണ്ടിരുന്നത്? കഴുതയെ തേടി നടന്നവൻ. പ്രൈസ് ലോർഡ്. കഴുതയെ തേടി നടന്നവനെ ദൈവം ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവാക്കി ഉയർത്തി. വില കുറഞ്ഞതിന്റെ പുറകെ പോയവനെ ദൈവം വിലയേറിയവനാക്കി മാറ്റി. കൈ ഉയർത്തി വാ തുറന്ന് നിങ്ങൾ ഇരിക്കുന്നിടത്ത് ശക്തിയോടെ സ്തോത്രം പറയൂ. ഹല്ലേലൂയ. വില കുറഞ്ഞതിന്റെ പുറകെ പോയ നമ്മെ ദൈവം വിലയേറിയവരാക്കി മാറ്റി. സ്തോത്രം. പക്ഷെ ഇവിടെ വായിക്കുന്നത്, ഞാൻ ശൗലിനെ രാജാവായി വാഴ്ചതനിക്ക് മനസ്താപമായിരിക്കുന്നു, അവനെ വിട്ടുമാറിയിരിക്കുന്നു. ദൈവം ശൗലിനെ രാജാവാക്കി അനുഗമിച്ചു. ഞാൻ ക്ലിയറായി നോക്കി. നിങ്ങൾ നോക്കൂ, ബൈബിളിൽ അവിടെ എഴുതിയിരിക്കുന്നത് റിപ്പന്റ് എന്ന പദമാ, മൂൺ എന്ന പദമാ, റിഗ്രറ്റ് എന്ന പദമാ. ദൈവം അനുഗമിക്കാൻ മനുഷ്യനല്ല, പക്ഷെ അനുഗമിച്ചെന്ന, ദുഃഖിച്ചെന്ന, സങ്കടപ്പെട്ടെന്ന. അതെ, ദൈവം ദുഃഖിക്കും, ദൈവം സങ്കടപ്പെടും. സ്തോത്രം. ദൈവത്തിന് പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. പെന്തക്കോസ്തുകാരാ, നിനക്ക് ദൈവം നന്മ നൽകിയതിൽ അവൻ ദുഃഖിക്കാനാണ് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ദുഃഖിക്കുന്നു. സ്തോത്രം. ദൈവവചന ശുദ്ധീകരണത്തിലെ പിന്നെ എന്നാത്തിനാ? ഈ പാട്ടിണിയും പരിവട്ടമായി കിടന്നവനെയൊക്കെ ദൈവം ഉയർത്തിയപ്പോൾ ഈ അഹങ്കാരം വന്നത് എവിടുന്ന? സ്തോത്രം. നടത്തിയ വഴിയും വന്ന വഴിയും മറന്നിട്ടല്ലേ തമ്മിപ്പോരും എല്ലാം വന്നത്, കോടതി കയറ്റം വന്നത്. സ്തോത്രം. പണത്തിന്റെ അഹങ്കാരമല്ലേ? സ്തോത്രം. ഇവിടെ ദൈവം ദുഃഖിച്ചെന്ന്, അതേ മൂൺ റിപ്പന്റ് എന്ന അത് തന്നെ എഴുതിയിരിക്കുന്നത്. എനിക്ക് അവിടെ ഒരു ദൂതം എന്ന് പറയണം ദൈവമക്കളോട്. എന്താണെന്നറിയാമോ? ദൈവത്തിന് അറിയാൻ വയ്യായിരുന്നോ ശൗല് വഴിതെറ്റുവെന്ന്? ശൗല് അനുസരണക്കേട് കാണിക്കുന്ന ദൈവത്തിന് അറിയത്തില്ലേ? അറിയാം. അവന്റെ ഫോർണോളജിയിൽ സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാമായിരുന്നതിന് അനുസരണക്കേട് കാണിക്കുമെന്ന്. ഇവിടെ കൃപ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ശൗൽ അനുസരണക്കേട് കാണിക്കുമെന്ന് അറിഞ്ഞിട്ടും ദൈവനെ തെരഞ്ഞെടുത്തു. യൂദ ഒറ്റിക്കൊടുക്കുമെന്ന് അറിയാഞ്ഞിട്ടാണ് അവന്റെ കർത്താവ് തെരഞ്ഞെടുത്തത്. അറിഞ്ഞിട്ടും തെരഞ്ഞെടുത്തു. പത്രോസ് തള്ളിപ്പോയതിന്റെ കർത്താവ് അറിയില്ലേ? അറിയാം, എന്നിട്ടും തെരഞ്ഞെടുത്തു. ആമേൻ. യോന വഴിവിട്ടു പോകുന്ന അറിയത്തില്ലേ ദൈവത്തിന്? അറിയാം, എന്നിട്ടും തെരഞ്ഞെടുത്തു. ചിലക്ക് ചോദിക്കുക, അറിയാതാണോ? അറിഞ്ഞിട്ടാ. എന്നെ കേട്ടോണ്ടിരിക്കുക ദൈവമക്കളെ, ആരോടെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു, നമ്മുടെ പ്രകൃതി അറിഞ്ഞിട്ട് കർത്താവ് തെരഞ്ഞെടുത്തു നമ്മളെ. നിങ്ങൾ ചിന്തിച്ചേ. ഇപ്പൊ ഭാര്യമാരും ഭർത്താക്കന്മാരും തമ്മിൽ പറയും, നിന്റെ സ്വഭാവം ഇതാണെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ നിന്നെ കെട്ടത്തില്ലായിരുന്നു പറയത്തില്ലേ? 90% ആണെങ്കിലും പറയും, തിരിച്ചു പെണ്ണുങ്ങൾ പറയിക്കാം, ദിയാന്റെ സ്വഭാവം ഇതാണെന്ന് അറിഞ്ഞ് ഞാൻ കെട്ടത്തില്ലായിരുന്നു ഇല്ലേ? സ്വതം. ചില ആളുകളൊക്കെ പറയും, ഇവൻ എന്നെ ചതിക്കുന്നവനാണെന്ന്, പറ്റിക്കുന്നവനാണെന്ന്. അറിഞ്ഞെങ്കിൽ കൂടെ കൊണ്ട് നടക്കൂ, തെരഞ്ഞെടുക്കൂ. ഇവനെ തിരക്കാരനാ ഞാൻ അറിഞ്ഞില്ലെന്നല്ലേ പറയുന്നേ? അറിഞ്ഞാൽ ഞാൻ തെരഞ്ഞെടുക്കില്ല. ഓ, ഇന്ന് രാത്രി എന്നെ കേട്ടോണ്ടിരിക്കുന്ന ദൈവമക്കളെ, കർത്താവിനെ സ്തുതിക്കണം. നീ ആരാണെന്ന് അറിഞ്ഞിട്ടും അവൻ നിന്നെ തെരഞ്ഞെടുത്തു. ഞാൻ അത്ര വിശ്വസ്തനല്ലെന്നും, ഞാൻ വഴിതെറ്റുമെന്നും, ഞാൻ തള്ളിപ്പറയുമെന്നും, ഞാൻ അഹങ്കരിക്കുമെന്നും, ഹല്ലേലൂയ, ഞാൻ നിഗളിക്കുമെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെ യേശുവിനെ തെരഞ്ഞെടുത്തു. എന്നെ അറിയാതെ തെരഞ്ഞെടുത്തതല്ല. പലരും തെരഞ്ഞെടുത്തത് അറിയാതെ തെരഞ്ഞെടുത്തതാ. പലരും പറഞ്ഞു കേട്ടിട്ടില്ല, ഇങ്ങനത്തവനാന്ന് അറിഞ്ഞില്ലെന്ന്. നിന്റെ പ്രകൃതം അറിഞ്ഞിട്ടും അവൻ തെരഞ്ഞെടുത്തു. ഇവിടെ ദൈവം അവനെ കുറിച്ച് ദുഃഖിച്ചു. അത് മാത്രമാണോ? ഇതിന്റെ ശമൂവേലിന്റെ പ്രശ്നമായി. അവൻ രാത്രി മുഴുവനും റോഡ് നിലവിളിച്ചു. 35-ാം വാക്യം, ശമൂവേൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. ഗോവയും അവനെ കുറിച്ച് അനുഭവിച്ചു. ആരാ ശമൂവേൽ? അവനെ അഭിഷേകം ചെയ്തവൻ, രാജാവായി വാഴിച്ചവൻ. അവൻ ദുഃഖിച്ചു. ഞാന് കുറച്ചുപേരെയൊക്കെ കാണാം, ബാക്കിയെല്ലാം ഓഫാക്കിയിട്ടിരിക്കുക. എന്തായാലും സൗകര്യമാ, കയറാം, ഇറങ്ങാം, ഓഫാക്കിയിട്ടിട്ട് വേണമെങ്കിൽ കടുവ് ഇറക്കാം, തോരന് കഴിയാം. ഇനിയിപ്പോ ആരാനെ വെച്ചാൽ ഫെയ്ത്ത് ബ്ലസ്സൻ പാസ്റ്ററെ എത്ര പേര് തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഇനി സൂമിൽ തന്നെ ഇരുന്നോളാമെന്നൊക്കെ ചിലർക്ക് ചിന്തയായി കഴിഞ്ഞു. സ്തോത്രം. അത് സൗകര്യം ഉണ്ടല്ലോ. സ്തോത്രം. കേട്ടെ, എന്നാൽ കണ്ടിടത്തോളം കുറച്ച് ചെറുപ്പക്കാരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറയാം, കുഞ്ഞെ സഹോദരങ്ങളെ, ഇവിടെ രാജാവായി വാഴിച്ചവൻ ദുഃഖിച്ചെന്ന്.
എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ, കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, നമ്മുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. നിന്റെ അവസ്ഥ മാറാൻ കരയുന്ന ചിലരുണ്ട്. നീ അനുഗ്രഹിച്ചപ്പെട്ട് കാണാൻ പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. നിന്റെ അവസ്ഥ മാറിക്കഴിയുമ്പോൾ, നീ ഉയർന്നു കഴിയുമ്പോൾ, നിനക്ക് വേണ്ടി കരഞ്ഞവൻ, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവൻ, നിന്റെ ഉയർച്ച ആഗ്രഹിച്ചവൻ, നീ നിമിത്തം ദുഃഖിക്കുവാൻ ഇടവരരുത്, കരയാനിടവരരുത്. ഇന്നത്തെ യുവലോകത്തോടൊരു സന്ദേശം ഞാൻ കൈമാറുക. ചെറുപ്പക്കാരെ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ നിമിത്തം കരയാനിടവരരുത്. നിന്റെ നന്മയെ ആഗ്രഹിക്കുന്ന നിന്റെ പിതാവ്, നിന്റെ മാതാവ്, നീ നിമിത്തം കരയാനിടവരരുത്, ദുഃഖിക്കാനിടവരരുത്. ഞാൻ കൂടെ പറയും, സന്തോഷിക്കുമ്പോൾ കൂടെ സന്തോഷിക്കാൻ പലരുണ്ട്. പക്ഷെ കരയുമ്പോൾ കൂടെ കരയാൻ അധികം കാണില്ല. നീ സന്തോഷിച്ചപ്പോൾ നിന്റെ കൂടെ സന്തോഷിക്കുന്നവരെ നീ മറന്നാലും, നീ കരഞ്ഞപ്പോൾ നിന്റെ കൂടെ കരഞ്ഞവരെ നീ മറക്കരുത്. അവരാണ് നിന്റെ യഥാർത്ഥ സ്നേഹിതർ. നിന്റെ മാതാപിതാക്കൾ, നിന്റെ പാസ്റ്റർ, നിന്റെ സൺഡേ സ്കൂൾ അധ്യാപകർ, നിന്റെ വിശ്വാസി, ഉയർച്ച ആഗ്രഹിക്കുന്നവർ നീ നിമിത്തം ദുഃഖിക്കാനിടവരരുത്. അതെ, ദൈവം നമ്മെക്കുറിച്ച് ദുഃഖിപ്പാൻ ഇടവരാതിരിക്കട്ടെ. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, മുട്ടുമാറുമ്പോൾ മട്ടുമാറരുത്, ധനസ്ഥിതി മാറുമ്പോൾ മനസ്ഥിതി മാറരുത്. ഇവന്റെ അപ്പനായ ഹിസ്കിയാവിനെ കുറിച്ച് വാക്യം അവിടെ ഉണ്ട്. ഹിസ്കിയാവിനെ കുറിച്ചുള്ള വാക്യം, ദൈവം പ്രാർത്ഥന കേട്ട്, നിലവിളി കേട്ട്, കണ്ണുനീര് കണ്ട് ആയുസ് നിജമാക്കിയെടുത്തു. 2:24-32-24 ആ കാലത്ത് ഹിസ്കിയാവിനെ മരണകരമായ ദിനം പിടിച്ചു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അതിനവൻ ഉത്തരവരളി ഒരു അടയാളം കൊടുത്തു. എന്നാൽ ഹിസ്കിയാവ് തനിക്ക് ലഭിച്ച, കേട്ടോ, എന്നാൽ ഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിനടുത്തവണ്ണം നടക്കാതെ നിഗളിച്ചു പോയി. നിഗളിക്കരുത്. ദൈവം ചെയ്ത ഉപകാരം മറക്കരുത്. നിന്റെ കഷ്ടകാലത്തെ കണ്ണുനീരും, ഇല്ലായ്മ കാലത്തെ നിലവിളിയും, പട്ടിണിയുടെ കാലത്തെ സ്തോത്രവും ഉയർച്ചയിലും പിന്തുടരണം. സ്തോത്രം. ഇല്ലായ്മയിൽ ദൈവദാസന്മാരെ ബഹുമാനിച്ചതും, ഇല്ലായ്മ ഉപസിച്ചതും, പ്രാർത്ഥിച്ചതും, കരഞ്ഞതും നീ മറക്കരുത്. ഉയർച്ച വരുമ്പോ. സ്തോത്രം. എന്റെ വിഷയമല്ല, വേഗത്തിൽ പറഞ്ഞു നിർത്തണമല്ലോ. ദൈവം മനുഷ്യ, ഒന്നാമത് എഴുതിയിരിക്കുന്നത്, അവന്റെ അപ്പന്റെ പ്രവൃത്തി ഇല്ലാതാക്കി. 2, അവൻ ജാതികളെക്കാൾ അധികം ദോഷം ചെയ്തു. 1, അപ്പന്മാരുടെ പ്രവൃത്തി ഇല്ലാതാക്കി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ, ഞാൻ ഇന്നലെ ഒരു മെസ്സേജ് വേറെടുത്ത് എഴുതി, ഈ അപ്പന്മാരുടെ നല്ല പ്രവൃത്തികൾ നിലനിർത്തണം. അപ്പന്മാരുടെ പ്രവൃത്തി കൊള്ളാത്തതാണ്, അത് ഇടിച്ചു കളയണം. അപ്പന്റെ ബലിപീഠം ശിംശോൻ ഇടിച്ചു കളഞ്ഞില്ലേ? ഇടിക്കേണ്ടത് ഇടിക്കണം, പണിയണം. അപ്പം പണിതെന്ന് പറഞ്ഞ് ഭവന വ്യവസ്ഥ അല്ലാത്തത് ഇടിച്ചു കളയണം. അത് അപ്പനാം വല്യപ്പൻ പണിതാലും ഇടിച്ചു കളയണം. പക്ഷെ വചന വ്യവസ്ഥയിൽ പണിത് ഇടിക്കല്ലോ നീ. സ്തോത്രം. അപ്പൻ പണിത വചന വ്യവസ്ഥ മോന്റെ കാലത്ത് ഇടിക്കരുതെന്ന്. സ്തോത്രം. അപ്പന്മാരുടെ, കുഞ്ഞുങ്ങളെ, നല്ല പേർ നിങ്ങൾ ഇല്ലാതാക്കരുത്. അപ്പന്മാരുടെ നല്ല പ്രവൃത്തി അടുത്ത തലമുറ ഇല്ലാതാക്കരുത്. പിന്നെ എന്നാ ചെയ്യേണ്ടത്? സ്തോത്രം. 58-ാം വാക്യം പറയുന്നു, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറയായി ശൂന്യമായി കിടക്കുന്ന നിന്റെ തലമുറ കെട്ടിപ്പോക്കും എന്ന് പറഞ്ഞാൽ, ആയിരക്കണക്കിന് പേര് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിന്റെ ആയുസ്സിൽ നിന്നെ കൊണ്ട് സാധിക്കാത്തത് ദൈവം നിന്റെ തലമുറയെ കൊണ്ട് സാധിക്കും. ഹല്ലേലൂയ. നിന്റെ തലമുറയെ കൊണ്ട് സാധിക്കട്ടെ. നിനക്ക് പോകാൻ കഴിയാത്ത ഇടങ്ങളിൽ ദൈവം നിന്റെ തലമുറയെ അയക്കട്ടെ. നിനക്ക് ഉയർത്താൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ ദൈവം നിന്റെ തലമുറ യേശുവിന്റെ നാമത്തെ ഉയർത്തട്ടെ. അപ്പന്മാർ ചെയ്ത നല്ല പ്രവൃത്തി തലമുറ ഇടിച്ചു കളയരുത്. അപ്പന്റെ നല്ല പേർ നീ കളയരുത്. അപ്പന്റെ നല്ല പ്രവൃത്തി, അമ്മയുടെ നല്ല പ്രവൃത്തി നീ നിലനിർത്തുക. സ്തോത്രം. മനശ്ശയെ കുറിച്ച് എഴുതിയത് 12-ാം വയസ്സിൽ രാജാവായി 55 വർഷം അവൻ രാജാവായി വാണു. എന്നാൽ
55 വർഷം അവൻ ചെയ്തതൊക്കെ നിങ്ങൾ വായിച്ചല്ലോ, 33 വായിച്ചോ. എന്തുമാത്രം മേച്ച ചെയ്തിട്ടും ദൈവം അവനെ തകർത്ത് കളഞ്ഞില്ല. ശ്രദ്ധിക്കൂ, അതാണ് മെയിൻ വിഷയം. തകർത്തില്ലെന്ന് മാത്രമല്ല, ദൈവം അവനെ സഹിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണേ. 55-ാമത്തെ വയസ്സിൽ ബാബേലിലേക്ക് അയച്ച് മര്യാദ പഠിപ്പിച്ച് ദൈവം തിരിച്ചു കൊണ്ടുവന്ന് ആ കസേര ഇരുത്തി. അതെന്താ ദൈവം അങ്ങനെ ചെയ്തത്? അതാണ് നമ്മുടെ ചിന്ത. മുമ്പേ നമ്മൾ വായിച്ചു, ശൗൽ ദൈവത്തിന്റെ വഴി വിട്ടു മാറിയപ്പോൾ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് 1 ശമൂവേൽ 14:1 ഞാൻ അവനെ തള്ളിയെന്നിരിക്കെ, ശ്രദ്ധിക്കുക മക്കളെ, നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിച്ചുകൊണ്ടിരിക്കും. എഴുന്നേറ്റ് തൈലക്കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ ഇശായി ഗോത്രത്തിൽ ഒരുവനെ രാജാവായി കണ്ടിരിക്കുന്നു. ഒരു ദൂത് അവിടെയും ദൈവമക്കളുണ്ട്. ദൈവമക്കളെ, ശൗല് വീഴും മുമ്പ് ഒരു ദാവീദിനെ ദൈവം കണ്ടുവച്ചു. ഹല്ലേലൂയ. ഒരുത്തൻ വീഴും മുമ്പ് ദൈവം ഒരുത്തനെ കണ്ടുവെക്കുന്നവനാ. ഒരുത്തൻ പിന്മാറും മുമ്പ് ഒരുവനെ ദൈവം നോക്കി വെക്കുന്നവനാ. ദൈവത്തിന്റെ പ്രവർത്തിക്ക് തടസ്സം വരില്ല. ഈ രാത്രി ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയാം, നിന്റെ ഒരു വാതിൽ അടഞ്ഞെങ്കിൽ അപ്പുറത്ത് ദൈവം മറ്റൊന്ന് തുറന്നിട്ടിട്ടുണ്ട്. സ്തോത്രം. ഒന്ന് തുറന്നിടാതെ ഒന്നടയാൻ ദൈവം സമ്മതിക്കില്ല. ദൈവമക്കളെ, ഒന്ന് തുറന്നിട്ടിട്ട് മാത്രമേ ദൈവം അടയ്ക്കുള്ളൂ. ഒത്തിരി ആളുകൾ, നമ്മുടെ സഹോദരങ്ങൾ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നിട്ടുണ്ട്. നാട്ടിൽ അവധിക്കൊന്നും തിരിച്ചു പോകാൻ കഴിയാതെ ഭാരപ്പെടുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന്. എന്നാൽ ആളുകൾ ഭാരപ്പെടുന്നവരുണ്ട്. ആരും നിരാശപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. നമ്മുടെ കർത്താവ് അറിയാതെ, അവൻ അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാട്ട്, 2 പാട്ടുകളിൽ അതിൽ ഒരു പാട്ട് ഇങ്ങനെയാണ്: എൻമുടിയിലകൾ പോലും നീ എണ്ണി അറിഞ്ഞിരിക്കയാൽ ഒന്നിനെ കുറിച്ച് വേറെ വ്യാകുലപ്പെടുന്നില്ല. നിശ്ചിതമല്ലാതെ എന്നിൽ ഒന്നും നിവർത്തിക്കില്ല. അത് വിശ്വസിക്കുകയോ ഇതിലെ ഒന്നടയും മുമ്പ് ഒന്ന് ദൈവം തുറന്നിരിക്കും. അപ്പൊ അവിടെ ശൗലിനെ 2 വർഷം ഇരുത്തിയോളൂ ദൈവം. കുറച്ചാളുകൂടെ അവൻ ഇരുന്നു. ഉടനെ തന്നെ അടുത്ത ആളെ ദൈവം കണ്ടുവച്ചു. എന്നാൽ ഇവിടെ മനശ്ശയെ ശ്രദ്ധിക്കൂ, 55 വർഷം ദൈവം സഹിച്ചു. സഹിച്ചത് മാത്രമല്ല, മര്യാദ പഠിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നു. നമുക്ക് നോക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യത്തിലൂടെ ഞാൻ വായിക്കുന്നു. മനശ്ശെ വായിച്ചു തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ 55 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് എക്സിബ എന്ന് പേർ. അവന്റെ അപ്പന്റെ പേര് ഇസ്കിയാവ് എന്നായിരുന്നു. അവന്റെ അപ്പന്റെ പേര് ഇസ്കിയാവ്, അമ്മയുടെ പേര് എക്സിബ. ഈ 2 വാക്കിനും ഒരർത്ഥമുണ്ട്. ഇസ്കിയാവ് എന്ന വാക്കിന്റെ അർത്ഥം ഗോഡ് ഇസ് മൈ സ്ട്രെങ്ത് എന്നായിരുന്നു. യാഹന്റെ ബലം എന്നായിരുന്നു. എക്സിബ എന്ന വാക്കിന് 1-ലധികം അർത്ഥങ്ങൾ ബൈബിൾ പറയുന്നു. അതിലൊരർത്ഥം എന്റെ സന്തോഷം അവനിൽ എന്നായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, യാഗന്റെ ബലമെന്ന് പറഞ്ഞ ഒരു അപ്പന്റെയും എന്റെ സന്തോഷം അവനിൽ എന്ന് പറഞ്ഞ ഒരു അമ്മയുടെയും മകനായിരുന്നു മനശ്ശെ. അവനാണ് ജാതികളെക്കാളും ദോഷം ചെയ്തു. എന്തൊക്കെയാ അവനെ കുറിച്ച് എഴുതിയേക്കുന്നത് നിങ്ങൾ നോക്കിയേ. അവന്റെ മ്ലേച്ഛതയെല്ലാം വായിക്കാൻ തുടങ്ങി. എന്തുമാത്രം ദുഷ്ടത അവൻ ചെയ്തു. അവന്റെ അപ്പനായ ഇസ്കിയാവ് ഇടിച്ചു കളഞ്ഞ് പൂജാരി വീണ്ടും പടുത്തു. ബാൽബുദ്ധങ്ങൾക്ക് ബലിപീഠങ്ങൾ തീർത്തു. അശേര പ്രശ്നമുണ്ടാക്കി. ആകാശ സർവ്വസ്വത്തിൽ നമസ്കരിച്ചു. യെരൂശലേമിന്റെ നാമം ഇടിക്കുമെന്ന് യഹോവ ചെയ്തവരുടെ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ പണിതു. അവരുടെ ആലയത്തിന്റെ പ്രാകാരം 2-ലും അവൻ ആകാശ സൈന്യത്തിന്റെ ബലിപീഠങ്ങളെ പണിതു. കണ്ടോ, ഇത്ര ദുഷ്ടത അവൻ ചെയ്തിട്ടും ദൈവം അവനെ തകർത്തില്ല. അതിന്റെ കാര്യം പറഞ്ഞ് എന്റെ മെസ്സേജ് അവസാനിപ്പിക്കാം. യാഗന്റെ ബലം എന്ന് പറഞ്ഞ ഒരപ്പന്റെയും എന്റെ സന്തോഷം എന്ന് പറഞ്ഞ ഒരു അമ്മയുടെയും മകനാണ് മനസ്സെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇസ്കിയാ പറയുന്നു, എന്റെ ബലം ഖജനാവിലല്ല, എന്റെ ബലം എന്റെ ദൈവമാണ്. രാജ്ഞിയായ എക്സിബ പറയുന്നു, കൊട്ടാരമല്ല എനിക്ക് സന്തോഷം തരുന്നത്, എന്റെ സന്തോഷം അവരിലാണ്. സ്തോത്രം. അങ്ങനെയാണ് മനശ്ശെ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 51-ാം വാക്യം. ഉൽപ്പത്തി 41-51. എന്റെ സകല കഷ്ടതയും എന്റെ പ്രതിഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ്
യോസഫ് തന്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തേതിനെ എഫ്രൈം എന്ന് പേരിട്ടു. നിങ്ങൾ കണ്ടോ ഉൽപ്പത്തി 41-51. അപ്പൊ അതൊന്നുകൂടെ ആവർത്തിക്കാം. എന്റെ സകല കഷ്ടതയും എന്റെ പ്രതിഭവനവും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസഫ് തന്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. മനശ്ശെ എന്ന വാക്കിന്റെ അർത്ഥം മറക്കുമാറാക്കുന്നവൻ. ശ്രദ്ധിച്ചിരിക്കണമേ. എഫ്രൈം സങ്കടദേശത്ത് വർദ്ധനവ്. യോസഫ് പ്രധാനത്തിന് വേണ്ടി നിന്നു, വിശുദ്ധിക്ക് വേണ്ടി നിന്നു. അല്പകാലങ്ങളിൽ അവന് കഷ്ടം വന്നു, പ്രതിഭവനത്തിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്. എന്നാൽ ദൈവം അവന്റെ കഷ്ടത മറക്കുമാറാക്കി. ഈ രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളെ, ദൈവത്തിലെ അഭിഷക്തന്മാരെ, നീ സത്യത്തിനും പ്രമാണത്തിനും വേണ്ടി നിൽക്കുമ്പോൾ അല്പകാലത്തിൽ കഷ്ടത വന്നത് വരാം, ക്ലേശം വന്നത് വരാം, പ്രതിഭവനത്തിൽ നീർപ്പ് വന്നെന്ന് വരാം, സഹോദരങ്ങളെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയെന്ന് വരാം. രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ഹല്ലേലൂയ, ദൈവം നിന്റെ സകല കഷ്ടതയും നിന്റെ പ്രതിഭവനവും മറക്കുമാറാക്കും. യോബിന്റെ പുസ്തകം പറഞ്ഞത്, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ നീ ഓർക്കും. സ്തോത്രം. അതും മറക്കുമാറാക്കുന്നവൻ. അടുത്ത പദം സങ്കടദേശത്തിനെ വർദ്ധിപ്പിച്ചു. അതൊക്കെ പറയേണ്ടതാ. എവിടെ സങ്കടമുണ്ടോ അവിടെ ഒരു വർധനമുണ്ട്. സങ്കടം വരുമ്പോൾ ഓർക്കുക, ദൈവത്തിനെ വർദ്ധിപ്പിക്കാൻ പോകുക. സങ്കടദേശത്ത് മാത്രമാണ് വർധനവ്. ഹല്ലേലൂയ. അപ്പൊ മനസ്സെ മറക്കുമാറാക്കുന്നവൻ. എന്താ മറക്കുമാറാക്കുന്നവൻ? കഷ്ടത മറക്കുമാറാക്കുന്നവൻ. പക്ഷെ അവൻ എന്നാ ചെയ്തത്? അവൻ ആദ്യം ദൈവത്തെ മറന്നു, പിന്നെ അവൻ ദൈവത്തെ മറക്കുമാറാക്കി ജനത്തെ. സ്തോത്രം. കഷ്ടത മറക്കുമാറാക്കുന്നവൻ ദൈവത്തെ മറന്നു, ജനത്തെ ദൈവത്തെ മറക്കുമാറാക്കി. ഈ വേദപുസ്തകം 1-2 കാര്യങ്ങൾ നിങ്ങൾ വേണമെന്ന് കുറിച്ചെടുക്കപ്പെട്ടത്. യശയ്യാപ്രവചനം 36:15 ഹിസ്കിയാവ് ദൈവത്തിൽ ആശ്രയിച്ചു, അവൻ ജനത്തെ ദൈവത്തിൽ ആശ്രയിക്കുമാറാക്കി. സ്തോത്രം. 2 ദിനവൃത്താന്തം 19:4 യഹോശാഫാത്ത് യഹോവയിലേക്ക് തിരിച്ചു വന്നു, അവൻ ജനത്തെ തിരിച്ചു വരുത്തുമാറാക്കി. സ്തോത്രം. 2 രാജാക്കന്മാർ 17:21 യഹോശാഫാത്ത് യൊരോബെയാം പാപം ചെയ്തു, ദൈവത്തോട് ജനത്തെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു. കുറിച്ചിട്ട് വായിച്ചു നോക്കണം, എല്ലാം എടുത്തു വായിക്കാൻ നേരമില്ല. സ്തോത്രം. എന്നാൽ പത്രോസ് പിന്മാറിയവൻ, പ്രാണനാഥനെ തള്ളിപ്പറഞ്ഞവൻ തിരികെ വന്നു, അനേകരെ തിരിച്ചു വരുത്തി. ഒന്നുകൂടെ ഞാൻ പറയാം. ഹിസ്കിയാവ് ദൈവത്തിൽ ആശ്രയിച്ചു, അനേകരെ ആശ്രയിക്കുമാറാക്കി. യഹോശാഫാത്ത് തിരിച്ചു വന്നു, അനേകരെ തിരിച്ചു വരുത്തി. യൊരോബെയാം പാപം ചെയ്തു, പാപം ചെയ്യിപ്പിച്ചു. നമ്മളെങ്ങനെയാണ് ജനത്തെ സ്വാധീനിക്കുന്നത്? ചില ജനത്തിന് ഉള്ള വിശ്വാസം കൂടി ഇല്ലാതാക്കും, ഉള്ള സന്തോഷത്തോടെ കളയും, ഉള്ള ആരാധനയുടെ കളയും, ഉള്ള പ്രത്യാശയോടെ കളയും. അപ്പൊ അതാ കണ്ടുവരുന്നത്. സ്തോത്രം. സ്തോത്രം. നിങ്ങൾ ജനത്തിന്റെ വിശ്വാസം കളയരുത്, ആരാധന തീഷ്ണ കളയരുത്. ഞാൻ എപ്പോഴും പറയും എന്റെ ചർച്ചിലും എന്നോട് തന്നെ, ഞാൻ നിമിത്തം ഒരാൾ ദൈവകൃപയിൽ വന്നില്ലെങ്കിലും, ഞാൻ നിമിത്തം ഒരാൾ ദൈവം പോകാതെ വരരുത്. വിശ്വാസിയെ, ദൈവമക്കളെ, ദൈവത്തോട് പറയണം, കർത്താവേ, ഒരാളെങ്കിലും എനിക്ക് നേടണം. ഒരാളെ പോലും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ നിമിത്തം ഒരാൾ ദൈവകൃപയിൽ നിന്ന് പോകാനിട വരരുത്. എങ്ങനെയാണ് നിങ്ങൾ സ്വാധീനിക്കുന്നത്? ജനത്തിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നവരോ, കെടുത്തിക്കളയുന്നവരോ, ആത്മഭാരം ഉണ്ടാക്കുന്നവരോ, ഇല്ലാതാക്കുന്നവരോ, സുവിശേഷങ്ങളെ ചെലവിടാൻ പ്രേരിപ്പിക്കുന്നവരോ, അതിന് തടസ്സം നിൽക്കുന്നവരോ? സ്തോത്രം. മനുഷ്യ അവൻ ദൈവത്തെ മാറുന്നു. പക്ഷെ 55 വർഷം ദൈവനെ സഹിച്ചു. ഞാൻ വേഗത്തിൽ പ്രധാന കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം 55 വർഷം അവനെ സഹിച്ചു, എന്നിട്ടും അവനെ തകർത്തില്ല. അവനെ ദൈവം ബാബേലിലേക്ക് അയച്ച് ചങ്ങലകളാൽ പിടിച്ച് ബന്ധിച്ചു കൊണ്ടുപോയി മര്യാദ പഠിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ അതിന് കിട്ടിയ ഒറ്റ ഇതേ ഉള്ളൂ. ശൗലിനെ തള്ളിപ്പറഞ്ഞ ദൈവം എന്തുകൊണ്ട് മനസ്സെ തള്ളിയില്ല? ഒറ്റ മറുപടി, പിന്നിൽ കണ്ണുനീരുണ്ടായിരുന്നു, പിന്നിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഒന്നുകൂടെ പറയട്ടെ ദൈവമക്കളെ, യാഗന്റെ ബലമെന്ന് പറഞ്ഞ ആ ഒരു അപ്പന്റെയും
എന്റെ സന്തോഷം എന്ന് പറഞ്ഞൊരു അമ്മയുടെയും മകനായിരുന്നു മനശ്ശെ. അവനെ തള്ളിക്കളയുവാൻ ദൈവത്തിന് മനസ്സായില്ല. ഈ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ, ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കണം. ഹിസ്കിയാവ് യെരൂശലേമിൽ ഒത്തിരി ഉണർവ് വരുത്തിയ ഒരു അപ്പനായിരുന്നു. ആ അപ്പന്റെ മോനാ വഴി തെറ്റിയത്. ചിലർ മിക്കാറ്, ഞാൻ ഉൾപ്പെടെ, ഞങ്ങളൊക്കെ പിള്ളേർ വഴി തെറ്റുമ്പോ അപ്പനമ്മയും പറയുന്നവരാ. 90% അങ്ങനാ. എന്നാൽ ചിലയിടത്ത് തിരിച്ചു സംഭവിക്കാം. അപ്പനും അമ്മയും വളരെ ഭക്തരും വിശുദ്ധരുമായ മക്കൾ പോകുന്നുണ്ട്. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? A son of many tears cannot be lost. എന്നൊക്കെ വേദിയിൽ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. വളരെ കണ്ണുനീണ്ട സന്താനം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. പ്രാർത്ഥിക്കുന്നവന്റെ സന്താനം അല്ലാത്തവരുടെ വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥിക്കുന്നവന്റെ സന്തതി തിരിയാരുമെന്ന് തിരിച്ചു വരുത്തുന്നയോ. ഞാൻ ചെറുപ്പക്കാരോട് പ്രസംഗം പറയാറുണ്ട്, കുഞ്ഞെ, നിന്റെ അപ്പൻ കരയുന്നവനാണോ? നിന്റെ അമ്മ പ്രാർത്ഥിക്കുന്നവളാണോ? ദൈവസന്നിധി വിട്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഹല്ലേലൂയ. നീ എവിടെ പോയാലും ദൈവം നിന്നെ മടക്കി കൊണ്ടുവരും. നീ എവിടെ പോയാലും ദൈവം നിന്നെ അനുഗ്രഹിക്കും. കരയുന്നവന്റെ സന്തതി, പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ ദൈവം മടക്കി വരുത്തും. അത് കൊളുത്തുവിട്ടോ പിടിച്ച് ചങ്ങലയിട്ട് ബന്ധിച്ചായാലും ദൈവം തിരിച്ചു കൊണ്ടുവരും. ദൈവമക്കളെ, പിതാക്കന്മാരെ, മാതാക്കളെ, നിങ്ങളുടെ കണ്ണുനീര് വെറുതെ അല്ല, നിങ്ങളുടെ പ്രാർത്ഥന വെറുതെ അല്ല. ഞാൻ തെളിവ് തരാം. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ അതേ അധ്യായം നിങ്ങൾ നോക്കൂ. ഓക്കെ, 32-ാം അധ്യായം അല്ല, 33-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വരുമ്പോൾ, സ്തോത്രം, അവിടെ 33-ാം അധ്യായത്തിന്റെ 22 വാക്യങ്ങൾ, അവിടെ ഈ മനശ്ശെയുടെ ഒരു മകനുണ്ടായി. അവൻ 2 വർഷമേ ആണുള്ളൂ. 2 വർഷം. ഞാൻ ആ വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 2 വർഷം കഴിഞ്ഞപ്പോൾ അവന്റെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി. ആ മോന വായിച്ചു തുടങ്ങിയപ്പോൾ അവൻ 22 വയസ്സായിരുന്നു. അവൻ 2 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ തന്റെ അപ്പനായ മനശ്ശെ ഇതുപോലെ യഹോവയ്ക്ക് അനുസൃതമായി ചെയ്തു. അവന്റെ അപ്പനായ മനസ്സുണ്ടാക്കി സകല വിഗ്രഹം ബലി കഴിച്ചവയെ നമസ്കരിച്ചു. എന്നാൽ തന്റെ അപ്പനായ മനസ്സ് തന്നെത്താൻ കൂടുമ്പാതെ താഴ്ത്തിയതുപോലെ അവൻ തന്നെത്താൻ താഴ്ത്തിയില്ല. അവൻ മേൽക്കുമേൽ അകൃത്യം ചെയ്തേ ഉള്ളൂ. അവന്റെ കൃത്യന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ അവന്റെ നേരെ അരമന വെച്ച് കൊന്നുകളഞ്ഞു. കണ്ടോ, 2 വർഷം കൊണ്ട് ഇടപാട് തീർന്നു. കാരണം കരഞ്ഞവന്റെ തലമുറയെ ദൈവം പരിപാലിച്ചെന്നുള്ളതാണ്, സംരക്ഷിച്ചെന്നുള്ളതാണ്, മടക്കി വരുത്തി എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കണ്ണുനീർ ഒരു കാലത്ത് നഷ്ടമല്ല. ഒരിക്കൽ ഒരു ജയിൽ മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട് കിടന്ന ഒരു ചെറുപ്പക്കാരൻ രക്ഷിക്കപ്പെട്ടു. വലിയ പിൽക്കാലത്ത് അവൻ വലിയ സുവിശേഷകനായി മാറി. നിങ്ങൾ വായിച്ചുകൊണ്ടായിരിക്കും ചരിത്രം. അപ്പൊ അവൻ രക്ഷിക്കപ്പെടാൻ കാര്യം എന്താണെന്നറിയാമോ? അവനിങ്ങനെ ജയിലിൽ കിടക്കുമ്പോ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവനൊന്നും ഒരു സ്വപ്നം കാണുക. അതായത് അവൻ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അവന്റെ അരികിൽ വന്ന് വയോവൃദ്ധനായ ഒരു മനുഷ്യൻ അവന്റെ അരികിൽ ഇങ്ങനെ കരയുന്നു. ആ കണ്ണുനീര് അവന്റെ ദേഹത്ത് വീഴുന്നു. സ്തോത്രം. ഒരു ദിവസം അവന്റെ അപ്പൻ അവനെ കാണാൻ വന്നു. അവൻ പറഞ്ഞു, പപ്പ, ഞാൻ ജയിലിൽ വന്നു, പരോളിൽ അവിടെ കിടക്കുന്നവനെ കാണാൻ വന്ന അനുവാദം ചോദിച്ചു. അവൻ പറഞ്ഞു, പപ്പ, ഞാൻ ഈ അടുത്തായിട്ട് സ്വപ്നത്തെ മുഴുവനും വയോധികനെ കാണുന്നു. അയാളിങ്ങനെ വന്ന് എന്നെ നോക്കിയിരുന്ന് കരയുന്നു, അവിടെ കണ്ണുനീരൊക്കെ ദേഹത്ത് വീഴുന്നു. ഉടനെ ഈ പപ്പ അവരോട് പറഞ്ഞു, മോനെ, നിന്റെ വല്യപ്പച്ചൻ കരയുന്നവനായിരുന്നു. നിങ്ങൾ കൊച്ചുമക്കളെ നിരത്തി ഉറക്കി കിടത്തിയിട്ട് വല്യപ്പച്ചൻ നിങ്ങൾ ഉറങ്ങുമ്പോഴും അടുത്ത് വന്നിന്ന് കരയുമായിരുന്നു. ആ വല്യപ്പച്ചന്റെ കണ്ണുനീർ നിന്റെ ദേഹത്ത് വീണിട്ടുണ്ട്. A son of many tears cannot be lost. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, നീ ഇന്ന് അനുഭവിക്കുന്ന നന്മ മുഴുവൻ കണ്ണുനീരിന്റെ നന്മയാ. നിന്റെ ദേഹത്ത് വീണ കണ്ണുനീർ തുള്ളിയുടെ ഫലമാ. ഈ രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, കരയുന്ന നിങ്ങളോട് ഞാൻ പറയാം, നിന്റെ തലമുറ എവിടെ പോയാലും ദൈവം മടക്കി വരുത്തും. അവർ തകരാൻ, നശിക്കാൻ ഇടവരില്ല.
നമ്മുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്ന കണ്ണുനീർ നമുക്കുണ്ടോ? നമ്മൾ കരയുന്നുണ്ടോ തലമുറയ്ക്ക് വേണ്ടി? ഇന്ന് അവരെ ഓർത്ത് കരഞ്ഞില്ലെങ്കിൽ നാളെ അവരെ ചൊല്ലിക്കണ്ടേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. മനശ്ശെ ദൈവം കൊളുത്തുകളാൽ പിടിച്ചു. വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണേ, സിംഹാസനത്തിൽ നിന്ന് ദൈവം ഒരു രാത്രിയിൽ തൂക്കിയെടുത്ത് കാരാഗ്രഹത്തിലേക്ക് എറിഞ്ഞു. എല്ലാവരും ശ്രദ്ധിക്കണം, കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, മാതാപിതാക്കളെ. നമ്മുടെ അവസ്ഥ മാറ്റാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. അത് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഫെബ്രുവരി മാസം വരെ ലോകം ഉൾക്കരണക്കെ ചീറിപ്പാഞ്ഞുകൊണ്ടിരുന്നു. എവിടേക്കോ ഒന്നിനും ഒരു കുഴപ്പമില്ലായിരുന്നു. ആട്ടും പാട്ടും കൂത്തും കുപ്പി തല്ലിപ്പൊട്ടിയിലും എല്ലാം നടന്നുകൊണ്ടിരുന്നു. എന്നാൽ അൺഎക്സ്പെക്റ്റഡായി, അവിചാരിതമായി, നിനയാ നേരത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത, സൂക്ഷ്മദർശിനി കൊണ്ട് മാത്രം കാണാൻ കഴിയുന്ന ഒരു രോഗാണു ലോകത്തെ കീഴ്മേൽ മറിച്ചു. ലോകം ഭീതിയിലാണ്. അവസ്ഥ മാറ്റാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. സ്വതന്ത്രം. 30-ാം സങ്കീർത്തനമായ വാക്യം, ഞാൻ ഒരു കാലത്തും കുടുങ്ങിപ്പോകില്ലെന്ന് സുഖകാലത്ത് പറഞ്ഞു. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖം മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. സുഖകാലത്ത് വിചാരിച്ചു നമ്മൾ കുലുങ്ങില്ലെന്ന്. മനുഷ്യൻ പണം, സൈനിക ശേഷി, പ്രതിരോധം, ഇതിലൊക്കെ അഹങ്കരിച്ചു. ഇന്ന് പണം എന്തേ, സൈനിക ശേഷി എന്തേ, പ്രതിരോധം എന്തേ? ഒരു സൂക്ഷ്മാണ് ലോകത്തെ ഉറപ്പിക്കുന്നു. രാജാവും രാജ്ഞിയും പരിവാരങ്ങളും ഉരുക്കും. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റും കീഴടങ്ങിയില്ലേ ഈ ലോകത്തിന് മുമ്പിൽ? ഇന്ത്യയുടെ വലിയ ഉരുക്ക് മനുഷ്യൻ ഇന്ന് ഹോസ്പിറ്റലിൽ കിടക്കുക. ഇപ്പോഴത്തെ ഇത്രയേ ഉള്ളൂ. നിനയാ നേരത്തെ അവസ്ഥ മാറും, ഓർത്തോണം. എത്ര മാത്രം ആത്മീയ ലോകത്തോട് ഞാൻ പറയാ, അഹങ്കാരങ്ങൾ വെടിയണം. ഇത് അതിനാ, നമ്മെ ഉണർത്താനാ. ഞാൻ അനേക രാജ്യങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇത് ലോകത്തെ ഉണർത്താനല്ല. കർത്താവ് എത്ര തന്നത്ര അവസരം നമ്മൾ പാഴാക്കി. ആരാധനാ ഹോളുകളിൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യന് കൊടുത്തില്ലേ? അരുതാത്ത സംഭവിച്ചില്ലേ? പറയാൻ പാടില്ലാത്ത പറഞ്ഞില്ലേ? എത്ര പേർ ആരാധന മുടക്കിപ്പോയി? ഇതിനൊക്കെ ദൈവത്തോട് നമ്മൾ കണക്ക് കൊടുക്കണം, നിലവിളിക്കണം, മടങ്ങി വരണം. എന്നുള്ള അവസരമാണിത്. ഞാൻ വേഗത്തിൽ നിർത്തുന്നു. അവസ്ഥ മാറ്റാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. നോക്കുക, ഇതാ ഈ ഏലിയാവ് എന്ന് ഒരു തള്ളയുടെ വീട്ടിലെ കഷ്ടത മാറ്റി, പട്ടിണിയെല്ലാം മാറി, ഭക്ഷണമെല്ലാം കഴിച്ച് റെഡിയായിരുന്നപ്പോൾ ആ കൊച്ചൻ പെട്ടെന്ന് മരിക്കുന്നത്. ഉടനെ ഈ തള്ള ചോദിച്ചു, എന്നെ പാപം ഓർപ്പിക്കാനും കൊല്ലാനും വന്നാണോ എന്റെ മോനെ? പട്ടിണി കിടന്നവരാ. അപ്പൊ എല്ലാത്തിന്റെ സമൃദ്ധിയിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മരണം. ഇതാണ് ലോക ജീവിതം, ഇതാണ് അവസ്ഥ. അവസ്ഥ മാറാതെ നേരം വേണ്ട. ബൈബിൾ പറയുന്നു, നമ്മുടെ രാത്രി പകലാക്കാനും പകൽ രാത്രിയാക്കാനും നമ്മുടെ ദൈവത്തിന് കഴിയും. ഒരു നിമിഷം കൊണ്ട് വിലാപം വരും. അതുകൊണ്ട് ആരും അഹങ്കരിക്കരുത്. മഹത്വം ദൈവത്തിനായിരിക്കണം. യോഹന്നയുടെ പുസ്തകത്തിൽ അവൻ കൽപ്പിക്കുന്നു, കൊടുങ്കാറ്റടിക്കുന്നു. അവൻ കൽപ്പിക്കുന്നു, മഹാമത്സ്യം വരുന്നു. അവൻ കൽപ്പിക്കുന്നു. എന്താ? യോഹന്നയുടെ കൂടാരത്തിനും ഇത് ഒരു വലിയ ആവണക്ക് വൃക്ഷം വളർന്നു വരുന്നു. ചിലർ പറയുന്നത് മുളച്ചു വന്നതോ, അല്ല, വളർന്നു വന്നു എന്ന് പറഞ്ഞാൽ ഒരു വൻവൃക്ഷത്തെ ഒറ്റ രാത്രി കൊണ്ട് ദൈവം വിളിച്ചു വരുത്തിയെന്ന്. ഒരു വൃക്ഷത്തെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എന്നെ ഒരു വൻവൃക്ഷമാക്കി മാറ്റാൻ ദൈവത്തിന് ഒറ്റ രാത്രി മതി. അടുത്ത പദം എന്താ എഴുതിയിരിക്കുന്നറിയാമോ? ദൈവം കൽപ്പിച്ചപ്പോൾ ഒരു കൊച്ചുപുഴു, ഒരു കൊച്ചുപുഴു. ആ കൊച്ചുപുഴു ആ വൻവൃക്ഷത്തെ വേരോടെ ഉണക്കി കളഞ്ഞു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. നമ്മെ ഒരു വൻവൃക്ഷമാക്കാൻ ദൈവത്തിന് ഒരു ദിവസം മതി. നാം അത്ര വൻവൃക്ഷമാണെങ്കിൽ നമ്മളെ വേരോടെ ഉണക്കാൻ ദൈവത്തിന് ഒരു ദിവസം മതി. ഒരു കൊച്ചുപുഴു, ഒരു കുഞ്ഞസുഖം മതി. സ്തോത്രം. ഹല്ലേലൂയ. എനിക്കറിയാവുന്ന വലിയൊരു ഭവനം ഞങ്ങളുടെ ഏരിയയിൽ വലിയ സമ്പന്നരായിരുന്നു. 26-ാമത്തെ വയസ്സിൽ ബാങ്കിൽ ജോലി ചെയ്തിരിക്കുന്ന തലകറങ്ങി വീണ് കുറെ ഹോസ്പിറ്റലിൽ പോയി അവസാനം വെല്ലൂരായി. ബ്ലഡ് ക്യാൻസർ ആണെന്നറിഞ്ഞു. അന്നത്തെ കാലത്ത് എല്ലാം എഴുതി 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 വിറ്റു, ട്രീറ്റ്മെന്റ് നടത്തി. അവസാനം ഡെഡ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ കണ്ടു. സ്തോത്രം. നഷ്ടപ്പെട്ടത് മുഴുവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ വിലപ്പെട്ട ജീവനും പോയി. ഇതാകുന്ന സർവ്വത്തിന്റെ അവസാനമെങ്കിൽ
ബലമുള്ളവർ ബലത്തിൽ, സൗന്ദര്യമുള്ളവർ സൗന്ദര്യത്തിൽ എന്തിനു പ്രശംസിക്കുന്നു? പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. നമുക്ക് അഹങ്കരിപ്പാനൊന്നുമില്ല, നിഗളിപ്പാനൊന്നുമില്ല. നാം ആകുന്ന ദൈവത്തിന്റെ കൃപയാലാകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രി നമ്മളെ ശോധന ചെയ്യുക. കർത്താവ് നമുക്ക് നൽകിയതിൽ നമ്മൾ അഹങ്കരിക്കുന്നു, നമ്മൾ നിഗളിച്ചോ? ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം നടപ്പാൻ നമുക്ക് കഴിഞ്ഞോ? ദൈവം ഇസ്രായേലിനോടും ചെയ്ത നന്മ അറിയാത്ത തലമുറ നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്നുണ്ടോ? ശോധനയുള്ള അവസരമാണിത്, പിന്തിരി നോക്കാനുള്ള അവസരമാണിത്. കൊടുത്തുകളാൽ ബന്ധിക്കപ്പെട്ട് ബാബേലിൽ പോകേണ്ട അവസ്ഥ വന്നു, എങ്കിലും മാനസാന്തരപ്പെട്ടു. അവന്റെ പ്രവൃത്തികളാൽ മനസ്സിലായി മാനസാന്തരപ്പെടുന്നു. അവൻ ദൈവത്തോട് നിലവിളിച്ചു. യഹോവ തന്നെ ദൈവമെന്ന് മനുഷ്യക്ക് ബോധ്യമായി. ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ കാണാനുള്ള അവസരമാകണം. മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് ദൈവം നമുക്ക് തന്നത്. കുഞ്ഞെ നിനക്ക് നൽകിയത്. നിന്റെ കൂടെ പഠിച്ച പലരും ഇന്നും ഒരു നേരത്തെ ആഹാരത്തിന് കൈ നീട്ടുമ്പോൾ നിനക്ക് ദൈവം തന്ന അനുഗ്രഹം, നന്മകൾ മറക്കരുത്, സമൃദ്ധി മറക്കരുത്. കൃപയാണിത്, ദൈവത്തിന്റെ ദാനമാണിത്, മറ്റു പലർക്ക് ലഭിക്കാത്ത നന്മയാണിത്. എല്ലാ കണ്ണും ദൈവസ്ഥലടച്ചാട്ട്. ഈ രാത്രി നിങ്ങൾ ഇരിക്കുന്നിടപ്പിൽ നിങ്ങളെ എല്ലാവരെയും എനിക്ക് കാണാൻ കഴിയില്ല, ചില എനിക്ക് കാണാം. സ്തോത്രം, പ്രൈസ് ജീസസ്. എല്ലാ ദൈവമക്കളും ആയിരിക്കുന്നിടത്ത് വെറുതെ ഒരു പ്രസംഗം കേൾക്കാൻ എന്നല്ല, വെറുതെ ശബ്ദവും തൊണ്ടയും കളഞ്ഞെന്നല്ല, നമുക്ക് മടങ്ങിവരവുണ്ടാകണം. കർത്താവേ ഞാൻ നിഗളിച്ചെങ്കിൽ, കർത്താവേ ഞാൻ അഹങ്കരിച്ചെങ്കിൽ, എന്റെ തലമുറ നിഗളിച്ചെങ്കിൽ അഹങ്കരിച്ചെങ്കിൽ ക്ഷമിക്കണേ. ദൈവമക്കളെ, ഏറ്റവും നല്ലൊരു അവസരമാണിത് മടങ്ങി വരാൻ. ഈ കൈക്ക് ഗുണമാകാത്തവൻ എവിടെ ഗുണമാകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ കൈക്ക് മടങ്ങി വരാത്തവൻ എവിടെ മടങ്ങി വരുമെന്നും എനിക്കറിഞ്ഞുകൂടാ. ഒന്നുകൂടെ ഞാൻ പറയുക, ഇത് കഴിഞ്ഞ് നമ്മൾ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ കൃപയാണെന്ന് ഓർത്തോണം. കാരണം നമ്മളെക്കാൾ പ്രഭാവം ഉന്നതന്മാരൊക്കെ കീഴടങ്ങുക. ഇതിനെ പ്രതിരോധിക്കാൻ ഒരു മാർഗമില്ല കേട്ടോ. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ, ദൈവ സംരക്ഷണ. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ബാക്കി വന്ന ആളെ അർത്ഥം എന്തൊക്കെയോ ദൈവത്തിന് പ്ലാനുണ്ട്, നമ്മെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. എല്ലാവരും കണ്ണടയ്ക്കൂ, കർത്താവിനോട് പ്രാർത്ഥിക്കൂ. കർത്താവേ, ഞാൻ എവിടെ തെറ്റി? മനുഷ്യബാലക, ഞാൻ എവിടെ തെറ്റിയെന്ന് എന്നോട് പറയൂ. ഞാൻ എവിടെ തെറ്റിപ്പോയി? ഞാൻ എവിടെ ആസ്ഥാനപ്പെടുന്നു? കർത്താവേ, ഞാൻ നിഗളിച്ചെങ്കിൽ, എന്റെ കുഞ്ഞുങ്ങൾ നിഗളിച്ചെങ്കിൽ, ഞങ്ങൾ അഹങ്കരിച്ചെങ്കിൽ, നീ തന്ന ദൈവത്തോടെ നടക്കാൻ കഴിയാതെ പോയെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. ഇതിനുശേഷം നമുക്ക് ആ കൃപയേറും കർത്താവിലെ വിശ്വാസം. എന്റെ സ്നേഹിതൻ പാസ്റ്റർ ജെയിംസ് പോയിട്ടില്ലെങ്കിൽ ഉണ്ടെങ്കിൽ പാടാം, സ്തോത്രം. അല്ലെങ്കിൽ നമുക്കൊന്ന് ചേർന്ന പാട്ട് പാടണം. കൃപയേറും കർത്താവിലെ വിശ്വാസം, അതിനാൽ കൃപ എന്ത് നല്ലൊരു ആശ്വാസം, ദുരിതങ്ങൾ നിറയും ഉപവാസം, കൃപയാൽ മനോഹരം. കൃപ കൃപ കൃപ, കൃപയല്ലാതെ ഒന്നും നമുക്ക് പറയാനില്ല. എല്ലാവരും കണ്ണടയ്ക്കൂ, ഒന്ന് നമ്മെ തന്നെ കാണട്ടെ. കർത്താവിനോട് പറ, കർത്താവെ, അരുതാത്തന്റെ വായിൽ നിന്ന് വീണെങ്കിൽ, സംസാരിക്കാൻ പാടില്ലാത്ത ഞാൻ സംസാരിച്ചെങ്കിൽ, ഇടപെടലുകൾ വന്നെങ്കിൽ, തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ. നിന്റെ ആലയത്തിൽ ഞാൻ സംസാരിക്കേണ്ടവണ്ണമല്ല സംസാരിച്ചെങ്കിൽ ക്ഷമിക്കണമേ. നിനക്ക് തരേണ്ട മഹത്വം മറ്റു മനുഷ്യർക്ക് കൊടുത്തെങ്കിൽ ക്ഷമിക്കണമേ. പ്രസംഗപീഠത്തിൽ അല്ല, ഹല്ലേലൂയ, ആരാധനാലയങ്ങളിൽ, ഭവനങ്ങളിൽ ദൈവത്തിന് ഇടമില്ലാത്തത് കർത്താവേ ഞങ്ങൾ ക്ഷമിക്കണമേ എന്ന് നമുക്കൊന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഈ നല്ല രാത്രിക്കായി അങ്ങേ വാഴ്ത്തുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ഗ്രഹിക്കുന്നു. ഈ രാത്രി ഞങ്ങളെ കാണാൻ കർത്താവെ ശോധന ചെയ്യുവാൻ മടങ്ങി വരുവാനുള്ള അവസരമായി തീരണമേ. അപ്പൊ മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്, ഞങ്ങളുടെ തലമുറയ്ക്ക് ലഭിച്ചത്. ഞങ്ങളത് മറന്നു പോകരുത് കർത്താവേ. യഹോവയുടെ ദയയെക്കുറിച്ച് നിരന്തരം പാടാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈ രാത്രി ഞങ്ങൾ മടങ്ങി വരുന്ന രാത്രിയാക്കണമേ. നിന്റെ ജനത്തെ നീ അനുഗ്രഹിച്ചതായി സ്തോത്രം. ആരെങ്കിലും ഏറെ രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ കർത്താവിടെ സൗഖ്യമാക്കണമേ. കർത്താവ് ഷീൽഡായി, കർത്താവ് വലിയ ദൈവ പ്രൊട്ടക്ഷൻ അവരെല്ലാം അനുഭവിക്കരുത്. അത്ഭുതകരം കൂടിയിരിക്കണം, നിന്റെ കരം നീട്ടിയിരിക്കാൻ സ്തോത്രം. അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുന്നവർക്ക് സ്തോത്രം. പ്രാർത്ഥന നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് എല്ലാവരെയും കൃപയേറും കർത്താവിലെ വിശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം, കൃപയാ മനോഹരമാ. ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം, കൃപയാ മനോഹരമാ. കൃപ കൃപയെന്നൻ ആശയം
കൃപയൊന്നൻ ആശയം ഹല്ലേലൂയ കൃപയൊന്നൻ ആനന്ദമാ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും ആമേൻ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും ആമേൻ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും ആമേൻ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. Praise the Lord. Hallelujah. Praise the Lord. ഇന്ന് രാത്രിയും കർത്താവ് നമ്മെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശങ്ങൾക്കായിട്ട് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരം ഉയർത്തി നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടേ, ഇത് ആത്മശോധനയ്ക്ക് വേണ്ടിയുള്ളൊരു നാളുകളാണ്. നമ്മൾ നമ്മളെ തന്നെ കാണേണ്ട ഒരു സമയമാണ്. ആവർത്തിച്ച് കർത്താവിന്റെ നിന്നുള്ള ശബ്ദം നമ്മൾ തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്നു. മാനസാന്തരത്തിനുള്ള സമയമാണ്, മടങ്ങി വരവിനുള്ള സമയമാണ്. പിതാക്കന്മാരോടുള്ള ദയ തലമുറയോട് ഓർക്കുന്ന ദൈവമാണ്. എന്നാലും കർത്താവിന്റെ കരം അവനെ മാനസാന്തരപ്പെടുത്തുവാൻ ഒരുക്കിയെടുക്കുന്ന ഒരു സമയമുണ്ട്. പ്രിയരെ, പ്രിയ കത്തുദാസിലൂടെ നമ്മുടെ ഹൃദയങ്ങളോട് ആഴമായ ദൈവം ഇന്ന് രാത്രിയും സംസാരിക്കുവാനിടയായി. ഇത് കേവലം ഒരു ശബ്ദമായി തള്ളിക്കളഞ്ഞ്, ഒരു സന്ദേശമായി തള്ളിക്കളയാതെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരുമിച്ച് ഏറ്റെടുക്കാം. അകം നിറഞ്ഞ് ഒരു റിന്യൂവലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു പുതുക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഒരു മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു സമർപ്പിതമായ മനസ്സോടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രിയും ഒന്ന് സമർപ്പിച്ചു വരാൻ തയ്യാറാകുമോ? ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഒരുമിച്ച് ഈ യോഗത്തിൽ ജോയിൻ ചെയ്ത വളരെ അനുഗ്രഹിക്കപ്പെട്ട ആഴമായ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശങ്ങൾ അറിയിച്ച പ്രിയ കത്തുദാസൻ പാസ്റ്റർ ബി മോനശൻ കായംകുളം അവർക്ക് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്നേഹത്തെയും നന്ദിയും അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ സയോൺ സിംഗേഴ്സ് വെണ്ണിക്കുളം പ്രിയ ജെയിംസ് ചായനും പ്രിയ ആന്റിക്കുമുള്ള പ്രത്യേക നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. പങ്കെടുത്ത എല്ലാവരോടുമുള്ള സ്നേഹവദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. നാളെയും വൈകിട്ട് നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഡൽഹിയിൽ നിന്നുള്ള പാസ്റ്റർ സന്തോഷ് ആൻഡ് സിസ്റ്റർ പ്രിയങ്ക ഗാനശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും. കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസൻ പാസ്റ്റർ ബാബു ചെറിയാൻ നാളെ നമ്മോട് ദൈവവചനം സംസാരിക്കുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ അടുത്ത് വരാൻ നമ്മുടെ കണ്ണുകളെല്ലാം അടച്ച് കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പൂനെയിൽ നിന്ന് പ്രിയ കത്തുദാസൻ പാസ്റ്റർ കെ എ ചെറിയാൻ അവർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ യോഗം അവസാനിക്കുന്നതായിരിക്കും. Praise the Lord. Hallelujah, 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 hallelujah. കരുണാസമ്പന്നനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നപ്പാ. അവർ തൃക്കാൽക്കൽ ഇരുന്നു തിരുവചനങ്ങളെ പ്രാപിച്ചുവെന്ന് ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ ഇന്ന് രാത്രി അല്പസമയം തൃപ്പാദത്തിൽ ഇരുന്ന് തിരുവചനങ്ങളെ പ്രാപിപ്പാൻ സ്വർഗം ഞങ്ങളെ ബലപ്പെടുത്തിയ ദൈവത്തിന്റെ അളവറ്റ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, മനുഷ്യയെ കുറിച്ച് സവിസ്തരമായ ഒരു ആലോചന ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകി തന്നു. കരയുന്നവന്റെ തലമുറ കൈവിടപ്പെട്ടു പോകത്തില്ല. കരയുന്നവന്റെ തലമുറ കർത്താവേ നാശത്തിലേക്ക് വീഴത്തില്ല. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് ഞങ്ങൾ ഇന്ന് രാത്രി കേട്ടതുപോലെ ഈ നാളുകളിൽ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കരയുവാൻ കർത്താവേ ഞങ്ങൾ അതിശയിച്ചു നിൽപ്പാനല്ല, അത്ഭുതപ്പെട്ട് നിൽക്കുവാനല്ല, ആശ്ചര്യപ്പെട്ട് നോക്കുവാനല്ല, കണ്ണുനീരൊഴുക്കുവാൻ, നിലവിളിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ രാത്രി നിന്റെ ദാസനെ ശക്തമായി ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിച്ചല്ലോ. എന്റെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നന്മയ്ക്ക് കാരണമാകണമേ. വചനത്താലും പ്രാർത്ഥനയാലും ശുദ്ധീകരിക്കപ്പെടുന്നുവെന്ന് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി കേട്ട തിരുവചനം ഞങ്ങളുടെ ശുദ്ധീകരണത്തിന് കാരണമായി തീരണമേ. ഞങ്ങളുടെ സ്വർഗീയ യാത്രയ്ക്ക് ഒന്നുകൂടെ വഴി തെളിഞ്ഞു ലഭിപ്പാൻ അത് കർത്താവേ ഒന്നുകൂടെ അതിൽ ഞങ്ങൾ ഉറപ്പുവരുത്തുന്ന രാത്രിയായി ഈ രാത്രി ഞങ്ങൾ എല്ലാവരും സ്വർഗം അനുഗ്രഹിക്കണമേ. ഈ രാത്രി ഈ മീറ്റിംഗിൽ പങ്കുകൊണ്ട എല്ലാ ദൈവദാസന്മാരെ, എല്ലാ ദൈവജനത്തെ
എല്ലാ സഹോദരി സഹോദരന്മാരെ തൃക്കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത കർത്താവിന്റെ ദാസൻ ഫെയ്ത്ത് ബ്ലസ്സനായി IPSC നെടുങ്ങാടപ്പള്ളി സഭയ്ക്കായി സ്തോത്രം. കർത്താവ് ബലപ്പെടുത്തിയാട്ട് നാളെ രാത്രി നടക്കുന്ന മീറ്റിങ്ങിനെ അനുഗ്രഹിക്കണമേ. കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. മഹത്വം തിരുമേനി യേശു രക്ഷകന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം സ്വർഗസ്ഥനാകുന്ന ഞങ്ങളുടെ നല്ല പിതാവേ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധം, സഹവാസം നാം ഏവരോടും സകല വിശുദ്ധന്മാരോടും ഇപ്പോഴും മശിഹായുടെ മടങ്ങി വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഒരിക്കലൂടെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നാളത്തെ നമ്മുടെ മീറ്റിംഗിന്റെ ഒരു പോസ്റ്റാണ് നിങ്ങളുടെ സ്ക്രീനിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥനയോടെ നാളെ വൈകിട്ടും കൃത്യം 7:30 മണിയാവുമ്പോൾ ഒരുമിച്ച് കൂടാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.
യേശുരാജൻ വീണ്ടും വരാറായി. ഹല്ലേലൂയ വേഗം വരാറായി. കുരിശിൽ രക്തം ചൊരിഞ്ഞു വീണ്ടെടുത്താവിയെ നൽകിയവൻ, എനിക്ക് ആവിയെ നൽകിയവൻ. കുരിശിൽ രക്തം ചൊരിഞ്ഞു വീണ്ടെടുത്താവിയെ നൽകിയവൻ, എനിക്ക് ആവിയെ നൽകിയവൻ. വല്ലഭന്റെ അല്ലൽ തീർത്തവൻ, നല്ലവനെല്ലാം അവൻ, എനിക്ക് നല്ലവനെല്ലാം അവൻ. വല്ലഭന്റെ അല്ലൽ തീർത്തവൻ, നല്ലവനെല്ലാം അവൻ, എനിക്ക് നല്ലവനെല്ലാം അവൻ. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി. ഹല്ലേലൂയ വേഗം വരാറായി. ആമയം തീർത്താമോദം പൂണ്ടോമന പുലരിയതിൽ ചേർത്തിടും ഓമന പുലരിയതിൽ. ആമയം തീർത്താമോദം പൂണ്ടോമന പുലരിയതിൽ ചേർത്തിടും ഓമന പുലരിയതിൽ. രാത്രികാലം കഴിഞ്ഞിടാറായി, യാത്രയും തീരാറായി, ഈ ലോകയാത്രയും തീരാറായി. രാത്രികാലം കഴിഞ്ഞിടാറായി, യാത്രയും തീരാറായി, ഈ ലോകയാത്രയും തീരാറായി. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി. ഹല്ലേലൂയ വേഗം വരാറായി. വൃക്ഷം തളിർത്തതിൻ്റെ കൊമ്പുകളിളതായി, അതിൻ്റെ കൊമ്പുകളിളതായി. അത്തിവൃക്ഷം തളിർത്തതിൻ്റെ കൊമ്പുകളിളതായി, അതിൻ്റെ കൊമ്പുകളിളതായി. അടുത്തു വേനലെന്നറിഞ്ഞു കൊള്ളുക, വാതിലടയ്ക്കാറായി, കൃപയുടെ വാതിലടയ്ക്കാറായി. അടുത്തു വേനലെന്നറിഞ്ഞു കൊള്ളുക, വാതിലടയ്ക്കാറായി, കൃപയുടെ വാതിലടയ്ക്കാറായി. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി. ഹല്ലേലൂയ വേഗം വരാറായി. വിനകൾ തീർന്നിടാറായി, എൻ പുരി കാണാറായി. ഹല്ലേലൂയ എൻ പുരി കാണാറായി. എൻ വിനകൾ തീർന്നിടാറായി, എൻ പുരി കാണാറായി. ഹല്ലേലൂയ എൻ പുരി കാണാറായി. പ്രതിഫലങ്ങൾ ലഭിച്ചിടാറായി, പൊന്മുടി ചൂടാറായി.
ചൂടാറായി, പ്രതിഫലങ്ങൾ ലഭിച്ചിടാറായി, പൊന്മുടി ചൂടാറായി, ഹല്ലേലൂയ പൊന്മുടി ചൂടാറായി.